ഈ വീഡിയോ ക്രിമിനൽ പ്രൊസീജിയർ കോഡിന്റെ MCQ ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഇതിൽ നിന്നും ക്വസ്റ്റ്യൻസ് കേട്ട ശേഷം ആൻസർ സെലക്ട് ചെയ്യുക മാത്രമല്ല അതിന്റെ എക്സ്പ്ലനേഷനും കൂടി ഞാൻ ഇതിൽ കൂടി തരുന്നുണ്ട്. ഇത് സിവിൽ പോലീസ് ഓഫീസർ, സിവിൽ എക്സൈസ് ഓഫീസർ, മറ്റു എക്സാമിനേഷൻ, ലീഗൽ എക്സാമിനേഷന് ഇത് ഉപകാരപ്പെടും. പക്ഷേ ഇതിന്റെ ഒരു ലെവൽ എന്ന് പറയുന്ന ഒരു PSC റേഞ്ച് ക്വസ്റ്റ്യൻസ് ആണ്. അതായത് PSC ടെസ്റ്റ് എഴുതുന്നവർക്കാണ് ഇത് ഏറ്റവും ഉപകാരപ്പെടുന്നത്. അപ്പം നമുക്ക് ഇതിന്റെ ഓരോ ക്വസ്റ്റ്യൻ ആയിട്ട് നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 1. The Code of Criminal Procedure 1973 came into force on A. 1st September 1977, B. 10th November 1984, C. 1st April 1974, D. 1st January 1973. Answer: 1st April 1974. Second question. The term cognizable offence is defined under dash. A. Section 2F of CRPC, B. Section 2B of the CRPC, C. Section 2C of the CRPC, D. Section 2D of the CRPC. Answer: Section 2C of the CRPC. 2C പറയുന്നത് എന്താന്ന് വെച്ചാൽ cognizable offence means an offence for which and cognizable case means a case in which a police officer may, in accordance with the first scheduled or under any other law for the time being in force, arrest without warrant. അതായത് ഒരു പോലീസ് ഓഫീസർക്ക് ഒരാളെ വാറണ്ട് ഇല്ലാതെ അറസ്റ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ അറസ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ് കോഗ്നിസബിൾ ഒഫൻസ് എന്ന് പറഞ്ഞാൽ. അത് എവിടെ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ഷെഡ്യൂൾഡിൻ്റെ അകത്ത് പറഞ്ഞിട്ടുണ്ട്. എല്ലാ ഒഫൻസുകളും നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ആ ഒഫൻസും അത് ബെയിലബിൾ ആണോ നോൺ ബെയിലബിൾ ആണോ, അത് കോഗ്നിസിബിൾ ആണോ നോൺ കോഗ്നിസിബിൾ ആണോ എന്ന് അതിൻ്റെ അകത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പം അത് പ്രകാരം ആ ഷെഡ്യൂളിൽ പറഞ്ഞിരിക്കുന്ന പ്രകാരമാണ് അത് നോക്കുന്നത്. ഇപ്പോൾ ഒരു പോലീസ് റോഡിൽ ഒരാൾ അടിക്കുന്നു, ഒരാളെ എടുത്തിട്ട് ഇടിക്കുന്നു എങ്കിൽ അതൊരു കോഗ്നിസിബിൾ ഒഫൻസ് ആണ്. മോഷണം നടത്തി 379 അട്രാക്ട് ചെയ്യുന്നത്. 379 പണിഷ്മെന്റ് കൊടുക്കുന്ന ഒഫൻസ് ആണെങ്കിൽ അതൊരു കോഗ്നിസിബിൾ ഒഫൻസ് ആണ്. നമ്മൾ ഒരാൾ മോഷണം നടത്തിക്കൊണ്ട് ഓടുമ്പോൾ നമുക്ക് ഓടിച്ചിട്ട് പിടിക്കാം, പോലീസിന് പിടിക്കാം, അറസ്റ്റ് ചെയ്ത് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോകാം, അയാളെ കേസെടുത്ത് കോടതിയിലോട്ട് അയക്കാം, കോടതിക്ക് അയാളെ റിമാൻഡ് ചെയ്യാം. അപ്പം അങ്ങനെയുള്ള ഒരു കാര്യമുണ്ട്. അപ്പം ഇതെന്ന് പറയുന്നത് ഒരാളെ എങ്ങനെ അറസ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. പക്ഷേ അതേസമയം നോൺ കോഗ്നിസിബിൾ ഒഫൻസ് ആണെങ്കിൽ ഒരു പോലീസ് ഓഫീസർക്ക് അറസ്റ്റ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ ഇവൻ കേസെടുക്കാൻ പോലും പറ്റില്ല. അങ്ങനെ ഒരു നോൺ കോഗ്നിസിബിൾ ഒഫൻസിൽ കേസ് എടുക്കണമെന്നുണ്ടെങ്കിൽ പോലീസ് ഓഫീസർ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ മജിസ്ട്രേറ്റിന്റെ സാങ്ഷൻ വാങ്ങിക്കണം. സാധാരണ രീതിയിൽ നമ്മളെ കോടതി മീൻസ് പോലീസ് സ്റ്റേഷൻ പ്രൊസീജിയർ അനുസരിച്ച് നോൺ കോഗ്നിസിബിൾ ഒഫൻസ് ആണ് കൊണ്ട് കേസ് കൊടുക്കുന്നതെങ്കിൽ അവർ എടുക്കത്തുമില്ല, കോടതി കൊണ്ട് കൊടുക്കാൻ പറയും. സാധാരണ അങ്ങനെ ഒരു ഇതിന്റെ ഒരു നിയമം എന്ന് പറയുന്നതിൽ അവർക്ക് അഥവാ കേസ് എടുക്കണമെന്നുണ്ടെങ്കിൽ മജിസ്ട്രേറ്റിന്റെ പെർമിഷൻ വേണം. പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മളെ പോലീസുകാർ ചെയ്യണം എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒന്നിൽ കൂടുതൽ ഒഫൻസ് എന്താണെന്നാലും ഒരു ഒഫൻസ് കമ്മിറ്റ് ചെയ്യുമ്പോൾ വരും. അപ്പോൾ അതിൻ്റെ അകത്ത് ഒരു സെക്ഷൻ നോൺ കോഗ്നിസിബിൾ ആണെങ്കിൽ വേറൊരു സെക്ഷനും കൂടെ അട്രാക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ സെക്ഷൻ കോഗ്നിസിബിൾ ആണെങ്കിൽ എൻ്റെയർ കേസും കോഗ്നിസിബിൾ ആണ്. അതാണ് അതിൻ്റെ ഒരു നിയമം എന്ന് പറയുന്നത്. അതുകൊണ്ട് അത് പോലീസുകാർക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈസി ആയിട്ട് ഒരാളിപ്പോൾ എന്തെങ്കിലും രീതിയിൽ ഒരു പ്രശ്നം ഉണ്ടാക്കുമ്പോഴത്തേക്ക് പോലീസിൻ്റെ കൂടെ കയറി തർക്കിച്ച് കഴിഞ്ഞാൽ പോലീസ് വലിച്ച് പിടിച്ചെടുത്തുകൊണ്ട് പോകുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം അതാണ്. അവരെ ഏതെങ്കിലുമൊക്കെ സെക്ഷൻ എടുത്ത് വെച്ച് ആഡ് ചെയ്തിട്ട് അങ്ങ് കയറ്റിക്കോളും, അത്രേ ഉള്ളൂ. അത് നമ്മൾ പ്രാക്ടിക്കലായിട്ട് സംഭവിക്കുന്ന കാര്യമാണ്. പക്ഷെ നിയമപരമായിട്ട് നോക്കുമ്പോഴത്തേക്ക് ഈ പറയുന്ന കോഗ്നിസിബിൾ ഒഫൻസ് ആണെങ്കിൽ മാത്രമേ പോലീസ് ഓഫീസർക്ക് അറസ്റ്റ് ചെയ്യാനായിട്ട് പാടുള്ളൂ, വാറണ്ട് ഇല്ലാതെ അറസ്റ്റ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ ഇതിന്റെ മെയിൻ ആയിട്ടുള്ള എയിം എന്ന് പറഞ്ഞാൽ പോലീസ് ഓഫീസർ ക്യാൻ അറസ്റ്റ് എ പേഴ്സൺ വിത്തൗട്ട് വാറണ്ട്. അതാണ് 2C പറയുന്നത്, കോഗ്നിസിബിൾ എന്നാൽ ഉദ്ദേശിക്കുന്നത്. ക്വസ്റ്റ്യൻ 3. വിച്ച് സെക്ഷൻ of the Code of Criminal Procedure 1973 deals with when police may arrest without warrant? A. Section 41 of the CRPC, B. Section 46 of the CRPC, C. Section 45 of the CRPC, D. Section 50 of the CRPC. Answer: Section 41 of the CRPC. ഒരു പോലീസ് ഓഫീസർക്ക് എപ്പോഴൊക്കെ വാറണ്ട് ഇല്ലാതെ അറസ്റ്റ് ചെയ്യാം എന്ന് പറയുന്നത് അതിൻ്റെ സാഹചര്യങ്ങൾ എന്തൊക്കെയെന്ന് വെച്ചാൽ, ഒന്നെന്ന് പറയുന്ന ഒരു പോലീസ് ഓഫീസറിന്റെ പ്രസൻസിൽ വെച്ചൊരു കോഗ്നിസിബിൾ ഒഫൻസ് കമ്മിറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് നമ്മുടെ ഷെഡ്യൂൾഡിനകത്ത് ആ ഒരു ഒഫൻസ് കോഗ്നിസിബിൾ ആണെന്നുണ്ടെങ്കിൽ ആ ഒഫൻസ് ആണ് കമ്മിറ്റ് ചെയ്തത്. ഒരു മോഷണം നടത്തി,
ഒരു പിടിച്ചുപറി നടത്തി, റോബറി നടത്തി, ഒരാളെ എടുത്തിട്ട് ഇടിക്കുന്നു, കുത്തുന്നു, ചവിട്ടുന്നു, ഇതൊക്കെ ഒരു പോലീസ് ഓഫീസറിന്റെ മുമ്പ് വെച്ച് നടത്തിയാൽ അദ്ദേഹത്തിന് വാറണ്ടില്ലാതെ തന്നെ അപ്പോൾ തന്നെ അറസ്റ്റ് ചെയ്യാം. അല്ലെങ്കിൽ ഒരു ഇൻഫർമേഷൻ കിട്ടുകയാണ്, അദ്ദേഹം പോയി അന്വേഷണം നടത്തിയിട്ട് വാറണ്ടില്ലാതെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകാൻ പറ്റും. അതുപോലെ പിന്നെ കോടതിയുടെ വാറണ്ട് ഉണ്ടോ എന്ന് ആ പ്രതിക്ക് ചോദിക്കാൻ പറ്റത്തില്ല. ഒരു പോലീസ് ഓഫീസറിന് അറസ്റ്റ് നെസസറി ആണ് എന്ന് തോന്നുന്നത് എപ്പോഴാണ്? ഒന്നാമത്തത്, ഒരു ഒഫൻസ് കമ്മിറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്, അല്ലെങ്കിൽ കമ്മിറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഇയാൾ അറസ്റ്റ് ചെയ്തില്ലെങ്കിൽ അയാൾ വീണ്ടും അതിന് ഫർദറായിട്ട് വീണ്ടും ഒഫൻസ് കമ്മിറ്റ് ചെയ്യും എങ്കിൽ അറസ്റ്റ് ചെയ്യാം. ആ ഒഫൻസിൻ്റെ ഒരു പ്രോപ്പർ ഇൻവെസ്റ്റിഗേഷൻ നടത്തണമെങ്കിൽ അയാൾ അറസ്റ്റ് ചെയ്താലേ പറ്റുള്ളെങ്കിൽ പോലീസിന് അറസ്റ്റ് ചെയ്യാം. അയാൾ കമ്മിറ്റ് ചെയ്ത ഒഫൻസിൽ അയാൾ അറസ്റ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അയാൾ എവിഡൻസിൽ ടാമ്പർ വരുത്തും. അയാൾ എവിഡൻസ് ഒക്കെ സ്വാധീനിച്ച് അയാൾ തേച്ച് മാച്ച് കളയാനുള്ള സാധ്യത ഉണ്ടെങ്കിൽ അയാൾ അറസ്റ്റ് ചെയ്യാം. അതുപോലെ ഇയാൾ സാക്ഷികളെയൊക്കെ സ്വാധീനിക്കാൻ സാധ്യത ഉണ്ടെങ്കിൽ അയാൾ അറസ്റ്റ് ചെയ്യാം. അയാളെ പ്രസൻസ്, ആ പ്രതിയുടെ പ്രസൻസ് കോടതിയിൽ ആവശ്യമാണ്. അങ്ങനെ അറസ്റ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അങ്ങേര് മുങ്ങിക്കളയും എങ്കിൽ അറസ്റ്റ് ചെയ്യാം, പോലീസ് ഓഫീസർക്ക് അറസ്റ്റ് ചെയ്യാം. അങ്ങനെ അറസ്റ്റ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ റീസൺ പോലീസ് ഓഫീസർ റെക്കോർഡ് ചെയ്യണം. അത് ഹിസ് റീസൺ ഇൻ റൈറ്റിങ്ങിലായിരിക്കണം. അതുപോലെ ഒരാളൊരു പ്രൊക്ലൈംഡ് ഒഫൻഡർ ആണെങ്കിൽ അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്യാം. അതായത് പിടികിട്ടാ പുള്ളിയാണ്, അദ്ദേഹം നമ്മുടെ പ്രസൻസിൽ വന്ന് നമ്മളെ കാണുകയാണെങ്കിൽ അറസ്റ്റ് ചെയ്യാം. ഒരാളെ പൊസഷനിൽ ഒരു സ്റ്റോളൻ പ്രോപ്പർട്ടി കയ്യിലിരിക്കുന്നെങ്കിൽ അയാൾ അറസ്റ്റ് ചെയ്യാം. ഒരു പോലീസ് ഓഫീസറിൻ്റെ ഡ്യൂട്ടി തടഞ്ഞുകൊണ്ട് അയാളെ ഒബ്സ്ട്രക്ട് ചെയ്ത് അയാൾ അറസ്റ്റ് ചെയ്യാം. അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കസ്റ്റഡിയിൽ നിന്ന് രക്ഷപ്പെട്ടു പോകാൻ സാധ്യതയുണ്ട് എങ്കിൽ അറസ്റ്റ് ചെയ്യാം. അതുപോലെ അദ്ദേഹം ആംഡ് ഫോഴ്സസിൽ നിന്ന് അദ്ദേഹം ഒളിച്ചോടി രക്ഷപ്പെട്ട് വന്നവനാണെങ്കിൽ അവനെ നമ്മളെ കയ്യിൽ കിട്ടിയാൽ നമുക്ക് അറസ്റ്റ് ചെയ്യാം, നമ്മൾ കാണുകയാണെങ്കിൽ അറസ്റ്റ് ചെയ്യാം. അപ്പം ഈ സാഹചര്യങ്ങളിലൊക്കെയാണ് ഒരു പോലീസ് ഓഫീസർക്ക് വാറണ്ട് ഇല്ലാതെ അറസ്റ്റ് ചെയ്യാനായിട്ട് പറ്റുന്നത്. ക്വസ്റ്റ്യൻ 4. വാറണ്ട് കേസ് മീൻസ് എ. an offense punishable with imprisonment for life. B. an offense punishable with death. C. an offense imprisonment for a time exceeding 2 years. D. all the above. ആൻസർ ഫോർ ഡി, ഓൾ ദ എബോവ്. ഈ വാറണ്ട് കേസിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് സെക്ഷൻ 2(x)നകത്താണ്. വാറണ്ട് കേസ് മീൻസ് എ കേസ് റിലേറ്റിംഗ് ടു ആൻ ഒഫൻസ് പണിഷബിൾ വിത്ത് ഡെത്ത്, ഇംപ്രിസൺമെൻറ്റ് ഫോർ ലൈഫ് ഓർ ഇംപ്രിസൺമെൻറ്റ് ഫോർ എ ടൈം എക്സീഡിങ് 2 years. ഒരു കേസ് വാറണ്ട് കേസ് ആവുന്നത് എപ്പോഴെന്ന് വെച്ചാൽ അത് 2 വർഷത്തിൽ കൂടുതൽ തടവ് ശിക്ഷ കിട്ടുന്ന ഒരു ഒഫൻസ് ആണെങ്കിൽ. ഡെത്തും ഇംപ്രിസൺമെൻറ്റ് ലൈഫും നോർമലി ഉള്ളതാണ്, കാരണം അത് വളരെ കൂടിയ ഒഫൻസാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒഫൻസുകൾ കമ്മിറ്റ് ചെയ്താൽ അതൊരു വാറണ്ട് കേസ് തന്നെയാണ്. പിന്നെ ഇംപ്രിസൺമെൻറ്റ് 2 വർഷത്തിൽ കൂടിയ ഒഫൻസുകൾ ഏതൊക്കെയാണോ അതും വാറണ്ട് കേസാണ്. ഇതിനെയാണ് വാറണ്ട് കേസ് എന്ന് 2(x)നകത്ത് പറഞ്ഞിരിക്കുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 5. സെക്ഷൻ 61 ഓഫ് ദ കോഡ് ഓഫ് ക്രിമിനൽ പ്രൊസീജിയർ 1973 ഡീൽസ് വിത്ത് എ. സർവീസ് ഓഫ് സമൻസ് ഔട്ട്സൈഡ് ലോക്കൽ ലിമിറ്റ്സ്. ബി. ഫോം ഓഫ് സമൻസ്. സി. സർവീസ് ഓഫ് സമൻസ് ഓൺ വിറ്റ്നസ് ബൈ പോസ്റ്റ്. ഡി. സമൻസ് ഹൗ സെർവ്ഡ്. ആൻസർ 5. ഫോം ഓഫ് സമൻസ്. ഇതിൽ സെക്ഷൻ 61 എന്ന് പറഞ്ഞാൽ ഫോംസ് ഓഫ് സമൻസ് ആണ്. അത് പറഞ്ഞിട്ടുള്ളതെന്ന് വെച്ചാൽ എവരി സമൻസ് ഇഷ്യൂഡ് ബൈ എ കോർട്ട് അണ്ടർ ദിസ് കോഡ് ഷാൾ ബി ഇൻ റൈറ്റിംഗ്, ഇൻ ഡ്യൂപ്ലിക്കേറ്റ്, സൈൻഡ് ബൈ ദ പ്രിസൈഡിംഗ് ഓഫീസർ ഓഫ് സച്ച് കോർട്ട് ഓർ ബൈ സച്ച് അതർ ഓഫീസർ as the High Court may from time to time by rule direct and shall bear the seal of the court. ഇതെന്ന് പറഞ്ഞാൽ സമൻസ് എന്ന് പറഞ്ഞാൽ കോടതിയാണ് ഇഷ്യൂ ചെയ്യുന്നത്, അത് എഴുതിയതായിരിക്കണം, ഡ്യൂപ്ലിക്കേറ്റ് വേണം, സൈൻഡ് ബൈ ദ പ്രിസൈഡിംഗ് ഓഫീസർ. പ്രിസൈഡിംഗ് ഓഫീസർ എന്ന് പറഞ്ഞാൽ മജിസ്ട്രേറ്റ് ആണ്. മജിസ്ട്രേറ്റ് അല്ലെങ്കിൽ ഹൈക്കോടതി പറഞ്ഞിട്ടുള്ള അതർ ഓഫീസേഴ്സ് അവർ അതിൽ സൈൻ ചെയ്തിരിക്കണം. അതുപോലെ കോടതിയുടെ സീലും വേണം. സമൻസ് എപ്പോഴൊക്കെയാണ് അയക്കണമെന്ന് വെച്ചാൽ ഒരു പ്രതി ജാമ്യത്തിൽ പോയാൽ അയാളെ ഒരു കേസിലത്തേക്ക് വേണ്ടി വിളിച്ചു വരുത്താൻ വേണ്ടിയിട്ട് അയാളെ സമൻസ് കൊടുക്കുക. കോടതി എന്ത് കാര്യങ്ങളിലും ഒരാളെ കോടതിയിലോട്ട് വരാനായിട്ട് ആവശ്യപ്പെടുന്നത് സമൻസിലൂടെയാണ്. അങ്ങനെ സമൻസിലൂടെ ആവശ്യപ്പെടുമ്പോഴത്തേക്കും അവർക്ക് അതിലൊരു ഡേറ്റ് വെച്ചിരിക്കും. ആ ഡേറ്റിൽ അവർ വന്ന് കോടതിയിൽ ഹാജരാവുക. അത് വിറ്റ്നസിനെ വിളിക്കും, പ്രതിയെ വിളിക്കും, ജാമ്യക്കാരെ വിളിക്കും. ഇതെല്ലാം സമൻസിലൂടെയാണ് അവർ വിളിക്കുന്നത്. സമൻസ് കൊടുത്തിട്ട് അവർ കേട്ടില്ലെങ്കിലാണ് വാറണ്ട് അയക്കുന്നത്. അപ്പോൾ ഇതിൽ ഈ 61 എന്ന് പറയുന്നത് ഫോംസ് ഓഫ് സമൻസിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. ക്വസ്റ്റ്യൻ 6. ഒബ്ജക്റ്റ് ഓഫ് ഇൻവെസ്റ്റിഗേഷൻ ഈസ് എ. ടു അറസ്റ്റ് ദ അക്യൂസ്ഡ്. ബി. ടു പണിഷ് ദ അക്യൂസ്ഡ്. സി. to warn the accused. D. to collect evidence against the accused. Answer to collect evidence against the accused. അതിനകത്ത് ഈ 2(h)നകത്ത് പറയുന്ന ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറഞ്ഞാൽ
Investigation includes all the proceedings under this code for the collection of evidence conducted by a police officer or by any person other than a magistrate who is authorized by a magistrate in this behalf. ഇതിൻ്റെ അകത്ത് പറഞ്ഞിരിക്കുന്നതെന്ന് വെച്ചാൽ ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറഞ്ഞാൽ കളക്ഷൻ ഓഫ് എവിഡൻസ് ബൈ പോലീസാണ്. പോലീസ് കളക്ട് ചെയ്യുന്നതാണ്, അല്ലെങ്കിൽ മജിസ്ട്രേറ്റ് ഓതറൈസ് ചെയ്യുന്ന ആൾ കളക്ട് ചെയ്യുന്ന എവിഡൻസ്. അപ്പോൾ ഇത് ഇവിടെ വരുന്നത് ഒന്നുകിൽ പോലീസ് ഓഫീസറോ അല്ലെങ്കിൽ മജിസ്ട്രേറ്റ് ഓതറൈസ് ചെയ്യുന്ന ആൾ. മജിസ്ട്രേറ്റ് ഇതിൻ്റെ അകത്ത് വരത്തില്ല. ഇതിൻ്റെ അകത്ത് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് അതർ ദാൻ എ മജിസ്ട്രേറ്റ്. അപ്പോൾ ഇൻവെസ്റ്റിഗേഷൻ നടത്താനായിട്ട് മജിസ്ട്രേറ്റിന് ഒരിക്കലും സാധിക്കത്തില്ല. അപ്പോൾ ഇതൊന്ന് ഓർമ്മിച്ച് വെച്ചേക്കുക. ഇൻവെസ്റ്റിഗേഷൻ നടത്താൻ പറ്റാത്ത ആൾ മജിസ്ട്രേറ്റ് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ടു കളക്ട് എവിഡൻസ് അഗെയിൻസ്റ്റ് അക്യൂസ്ഡ്. ഇപ്പോൾ ഒരു ക്രൈം കമ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ പ്രതിക്ക് അഗെയിൻസ്റ്റ് ആയിട്ടുള്ള എവിഡൻസുകൾ ആണ് പോലീസ് കളക്ട് ചെയ്ത് കോടതിയിൽ ഹാജരാക്കി അത് പ്രൂവ് ചെയ്താൽ മാത്രമേ അയാൾ ശിക്ഷിക്കപ്പെടത്തുള്ളൂ. അപ്പോൾ അതിൻ്റെ പർപ്പസ് ഓഫ് ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറയുന്നത് ഇത് തന്നെയാണ്, എവിഡൻസ് കളക്ട് ചെയ്യുക എന്നുള്ളതാണ്. ക്വസ്റ്റ്യൻ 7. ഇൻ എ കോഗ്നിസബിൾ ഒഫൻസ് എ പോലീസ് ഓഫീസർ എ കനോട്ട് അറസ്റ്റ് ആൻ അക്യൂസ്ഡ് വിത്തൗട്ട് വാറണ്ട്, ബി മേ അറസ്റ്റ് ആൻ അക്യൂസ്ഡ് വിത്തൗട്ട് വാറണ്ട്, സി ക്യാൻ ഹോൾഡ് ദ അക്യൂസ്ഡ് ഇൻ എ പോലീസ് കസ്റ്റഡി, ഡി ഈസ് നോട്ട് റിക്വയർഡ് ടു പ്രൊഡ്യൂസ് ബിഫോർ ദ മജിസ്ട്രേറ്റ്. ഇതിൻ്റെ ക്വസ്റ്റ്യൻ നമ്മൾ നേരത്തെ നോക്കിയതാണ്. ആൻസർ 7 മേ അറസ്റ്റ് ആൻഡ് അക്യൂസ്ഡ് വിത്തൗട്ട് വാറണ്ട്. നമ്മൾ ഓൾറെഡി നോക്കിയാണ് 2C അകത്ത് കോഗ്നിസബിൾ ഒഫൻസ് എന്താണെന്ന്. അതുകൊണ്ട് ഇതിനെക്കുറിച്ച് വ്യക്തമായിട്ട് പറയേണ്ട ആവശ്യമില്ല, ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞതാണ്. അടുത്തത് ക്വസ്റ്റ്യൻ 8. എ പോലീസ് ഓഫീസർ മേക്കിംഗ് ഇൻവെസ്റ്റിഗേഷൻ അണ്ടർ ചാപ്റ്റർ 12 ഓഫ് ക്രിമിനൽ പ്രൊസീജിയർ കോഡ് 1973 അണ്ടർ സെക്ഷൻ 160 ഓഫ് ദ കോഡ് കനോട്ട് റിക്വയർ ദ അറ്റൻഡൻസ് ഓഫ് എ മെയിൽ അറ്റ് എ പ്ലേസ് അതർ ദാൻ എ പ്ലേസ് ഓഫ് ഹിസ് റെസിഡൻറ്റ് ഹു ഈസ് എ under the age of 18 years, B under the age of 12 years, C under the age of 15 years, D under the age of 7 years. ഇതെന്ന് വെച്ചാൽ നമ്മൾ പോലീസ് ഓഫീസർ സാധാരണ ഒരു എവിഡൻസ് എടുക്കാനായിട്ട് സ്റ്റേറ്റ്മെൻറ്റ് റെക്കോർഡ് ചെയ്യും, 161 സ്റ്റേറ്റ്മെൻറ്റ് റെക്കോർഡ് ചെയ്യാനായിട്ട് 160 പ്രകാരം റിട്ടേൺ റിക്വസ്റ്റ് കൊടുത്തിട്ട് അവർ വിളിച്ചു വരുത്തണമെന്നാണ്. അങ്ങനെ വിളിച്ചു വരുത്തുന്ന സമയത്ത് പോലീസ് സ്റ്റേഷനിലാണ് സാധാരണ എല്ലാവരെയും വിളിച്ചു വരുത്തുന്നത്. അപ്പം അത് ചില ആൾക്കാരെ മാത്രം പോലീസ് സ്റ്റേഷനിലോട്ട് വിളിച്ചു വരുത്താനായിട്ട് പറ്റത്തില്ല. അപ്പം അങ്ങനെയുള്ള ആൾക്കാരാണ് ഒന്നെന്ന് പറയുന്നത് 160 അത് പറഞ്ഞിരിക്കുന്നത്. നോ മെയിൽ പേഴ്സൺ അണ്ടർ ദ ഏജ് ഓഫ് 15 ഇയേഴ്സ് ഓർ എബോവ് ദ ഏജ് ഓഫ് 65 ഇയേഴ്സ്. 15 വയസ്സിൽ താഴെയുള്ള ആളും 65 വയസ്സിന് മുകളിലുള്ള ആളും സീനിയർ സിറ്റിസണെ വിളിച്ചു വരുത്താൻ പാടില്ല. ഓർ എ വുമൺ, ഒരു പെണ്ണിനെ വിളിക്കാൻ പാടില്ല. ഓർ ഫിസിക്കലി ഡിസേബിൾഡ് പേഴ്സൺ, ഫിസിക്കലി മെൻ്റലി ഡിസേബിൾഡ് പേഴ്സൺ, മാനസിക ശാരീരിക അസ്വസ്ഥത ഉള്ളവരെ വിളിച്ചു വരുത്തി പോലീസ് സ്റ്റേഷനിലോട്ട് വിളിക്കാൻ പാടില്ല. അവരെയൊക്കെ എ പ്ലേസ് അതർ ദാൻ എ പ്ലേസ് ഓഫ് ഹിസ് റെസിഡൻസ്, അവിടെ വേണം വിളിച്ചു വരുത്തി മൊഴിയെടുക്കാനുള്ളത്, അല്ലാതെ മൊഴിയെടുക്കാൻ പാടില്ല. അപ്പോൾ ഇവിടെ ആൻസർ എന്ന് പറയുന്നത് അണ്ടർ ദ ഏജ് ഓഫ് 15 ഇയേഴ്സ് ആണ്. ക്വസ്റ്റ്യൻ 9. ദ ടൈം ബെയിലബിൾ ഒഫൻസ് ഈസ് ഡിഫൈൻഡ് അണ്ടർ A 2E of the CRPC, B 2A of the CRPC, C 2C of the CRPC, D 2D of the CRPC. ആൻസർ 9 2A of the CRPC. എക്കകത്ത് പറയുന്നത് ബെയിലബിൾ ഒഫൻസ് എന്താണെന്നാണ്. ബെയിലബിൾ ഒഫൻസ് മീൻസ് ആൻ ഒഫൻസ് വിച്ച് ഈസ് ഷോൺ ആസ് ബെയിലബിൾ ഇൻ ദ ഫസ്റ്റ് ഷെഡ്യൂൾ ഓർ വിച്ച് ഈസ് മെയ്ഡ് ബെയിലബിൾ ബൈ എനി അതർ law for time being in force, ആൻഡ് നോൺ ബെയിലബിൾ ഒഫൻസ് മീൻസ് എനി അതർ ഒഫൻസ്. ഈ ഷെഡ്യൂൾഡ് ഉണ്ട്, ആ ഷെഡ്യൂൾഡിൻ്റെ അകത്ത് അത് ബെയിലബിൾ ആണെങ്കിൽ അതിൻ്റെ അകത്ത് ബെയിലബിൾ എന്ന് എഴുതിയിരിക്കും, നോൺ ബെയിലബിൾ ആണെങ്കിൽ നോൺ ബെയിലബിൾ എന്ന് എഴുതിയിരിക്കും. അങ്ങനെ ഈ ഷെഡ്യൂൾഡിൻ്റെ CRPCയുടെ ഫസ്റ്റ് ഷെഡ്യൂളിൻ്റെ അകത്ത് ബെയിലബിൾ എന്ന് ഒരു ഒഫൻസിൻ്റെ കൂടെ എഴുതിയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒഫൻസുകളാണ്, മറ്റേതെങ്കിലും ആക്ടിൽ പറയുന്ന ഒഫൻസുകളാണെങ്കിൽ ആ ആക്ടിൽ പറയുന്നത് പോലെ അവിടെ ബെയിലബിൾ ആണോ നോൺ ബെയിലബിൾ ആണോ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ആണ് അത് ബെയിലബിൾ ആണോ നോൺ ബെയിലബിൾ ആണോ എന്നുള്ളത് ഡിസൈഡ് ചെയ്യുന്നത്. അപ്പോൾ ബെയിലബിൾ എന്ന് പറഞ്ഞാൽ ജാമ്യം കിട്ടുന്ന ഒഫൻസുകളാണ്. ജാമ്യം കിട്ടുക എന്ന് വെച്ചാൽ ഒരു ഒഫൻസിൽ നമുക്ക് അതിൽ ഇതായി കഴിഞ്ഞാൽ അതിൽ നമുക്കെതിരെ ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ അത് ജാമ്യം കിട്ടുന്ന ഒഫൻസ് ആണെങ്കിൽ നമുക്ക് കോടതിയിൽ പോയി ജാമ്യം എടുക്കാൻ പറ്റും. ഇപ്പോൾ ചില കേസുകളിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ബെയിലബിൾ ഒഫൻസുകളിൽ പോലീസ് സ്റ്റേഷനിൽ നിന്ന് തന്നെ ജാമ്യം എടുക്കാം. ഫോർ എക്സാമ്പിൾ 304A, നമ്മളൊരാളെ വണ്ടി ഇടിച്ച് ആക്സിഡൻറ്റിൽ ഒരാൾ മരണപ്പെട്ടു പോയി കഴിഞ്ഞാൽ സാധാരണ എല്ലാവരും പോലീസ് സ്റ്റേഷനിൽ നിന്ന് ബെയിൽ എടുത്തുകൊണ്ട് പോയിട്ട് പിന്നെ കോടതിയിൽ സമൻസ് വന്നിട്ടാണ് കോടതിയിൽ പോയിട്ട് ബെയിൽ എടുക്കുന്നത്. അപ്പോൾ അതൊരു ബെയിലബിൾ ഒഫൻസ് ആയതുകൊണ്ടാണ് അങ്ങനെ പറ്റുന്നത്. അതേസമയം കൊലപാതകത്തിലാണെന്നുണ്ടെങ്കിൽ ആദ്യമേ പോയി ബെയിൽ എടുക്കാൻ പറ്റുമോ? ഇല്ല, അതൊരു നോൺ ബെയിലബിൾ ഒഫൻസ്. അപ്പോൾ കോടതിയുടെ ഡിസ്ക്രിപ്ഷനോട് കൂടി മാത്രമേ നമുക്ക് ബെയിൽ കിട്ടത്തുള്ളൂ. അപ്പോൾ ഷെഡ്യൂൾഡിൽ ബെയിലബിൾ ഒഫൻസ് എന്ന് എഴുതി കഴിഞ്ഞാൽ അതൊരു ബെയിൽ കിട്ടുന്ന ഒഫൻസാണ്. അത് 2Aക്കകത്താണ് അതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. ക്വസ്റ്റ്യൻ 10. A search warrant can be issued in respect of a place. A. Used for deposit and sale of stolen property. B. Used for deposit, sale and production of counterfeit coin, currency note and stamps. C. Used for deposit, sale, production of forged documents and false seals. D. All the above. ഇത് പറഞ്ഞിരിക്കുന്ന സെക്ഷൻ 94ൻ്റെ അകത്താണ്. ഇത്
ഒരു സെർച്ച് വാറണ്ട് ഇഷ്യൂ ചെയ്യാൻ സാധിക്കും. ഇത് ആർക്കൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ ഒരു ജില്ലാ മജിസ്ട്രേറ്റിന്, ഒരു സബ് ഡിവിഷണൽ മജിസ്ട്രേറ്റിന്, അല്ലെങ്കിൽ ഒരു മജിസ്ട്രേറ്റ് ഓഫ് ഫസ്റ്റ് ക്ലാസ്സിന് ഈ പറയുന്ന രീതിയിലുള്ള സെർച്ച് വാറണ്ട് ഇഷ്യൂ ചെയ്യാനായിട്ടുള്ള അധികാരമുണ്ട്. അപ്പോൾ ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്റ്റോളൻ പ്രോപ്പർട്ടി എവിടെയെങ്കിലും സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടെങ്കിലോ, അല്ലെങ്കിൽ അത് വിൽക്കാൻ ശ്രമിക്കുന്നെങ്കിലോ, അല്ലെന്നുണ്ടെങ്കിൽ ഒരു കൗണ്ടർഫീറ്റ് കോയിൻ, കറൻസി നോട്ട്, സ്റ്റാമ്പ്സ് ഇതൊക്കെ സൂക്ഷിച്ചിട്ടുണ്ടെങ്കിലോ, അല്ലെങ്കിൽ അത് വിൽക്കാൻ ശ്രമിക്കുന്ന സ്ഥലത്താണെങ്കിലോ, അല്ലെങ്കിൽ ഉണ്ടാക്കുന്നെങ്കിലോ, അങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് വിവരം കിട്ടിക്കഴിഞ്ഞാൽ, അതുപോലെ ഫോർജ്ഡ് ഡോക്യുമെൻറ്റ്സും ഫാൾസ് സീൽസൊക്കെ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ വിൽക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അവിടെ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു സ്ഥലത്ത് സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ സെർച്ച് വാറണ്ട് ആർക്കൊക്കെ ഇഷ്യൂ എന്ന് വെച്ചാൽ ജില്ലാ മജിസ്ട്രേറ്റിനും സബ് ഡിവിഷണൽ മജിസ്ട്രേറ്റിനും അതുപോലെ തന്നെ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റിനും ഒക്കെ ആഫ്റ്റർ എൻക്വയറി നടത്തി അത് സത്യമാണെന്ന് ബോധ്യപ്പെട്ടാൽ അവർക്ക് ഇഷ്യൂ ചെയ്യാം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ആൻസർ എന്ന് പറയുന്ന ഓൾ ദ എബോ ആണ്. ആൻസർ 10 എന്ന് പറയുന്ന ഓൾ ദ എബോ ആണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഇത്രയും കാര്യങ്ങൾക്കും അത് ചെയ്യാം. സെക്ഷൻ 94 വായിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ക്വസ്റ്റ്യൻ 11. സെർച്ച് വാറണ്ട് ഇൻ റെസ്പെക്ട് ഓഫ് എ പ്ലേസ് A includes search of a person present in or about that place. B does not include search of a person in or about that place. C includes search of a person in or about that place only if such a person is suspected of concealing about his person any article for which the search is being made. D none of the above. ആൻസർ എന്ന് പറയുന്നത് A11 includes search of a person in or about that place only if such a person is suspected of concealing about his person any article for which search is being made. ഇപ്പോൾ സെർച്ച് വാറണ്ടിൽ സെർച്ച് ഓഫ് എ പേഴ്സണും വരും എപ്പോഴെന്ന് വെച്ചാൽ അദ്ദേഹം സംശയാസ്പദമായിട്ട് അദ്ദേഹം എന്തെങ്കിലും സാധനം അദ്ദേഹം ഒളിപ്പിച്ചിട്ടുണ്ടെങ്കിൽ. ക്വസ്റ്റ്യൻ 12. Joining of two or more independent and respectable inhabitants of the locality in which the place is to be searched is mandated under A. Section 101 CRPC, B. Section 102 CRPC, C. Section 103 CRPC, D. Section 104 CRPC. Answer 12. Section 104 CRPC. Subsection 4 അകത്ത് പറഞ്ഞിരിക്കുന്നതെന്ന് വെച്ചാൽ ബിഫോർ മേക്കിംഗ് എ സെർച്ച് അണ്ടർ ദിസ് ചാപ്റ്റർ ദ ഓഫീസർ ഓർ അതർ പേഴ്സൺ എബൌട്ട് ടു മേക്ക് ഇറ്റ് ഷാൾ കോൾ അപ്പോൺ ടു ഓർ മോർ ഇൻഡിപെൻഡന്റ് ആൻഡ് റെസ്പെക്റ്റബിൾ ഇൻഹാബിറ്റൻസ് ഓഫ് ദ ലൊക്കാലിറ്റി ഇൻ വിച്ച് ദ പ്ലേസ് ടു ബി സെർച്ച്ഡ് is situate or of any other locality if no such inhabitant of the said locality is available or is willing to be a witness to the search to attend and witness the search and may issue an order in writing to them or any of them so to do. അപ്പോൾ ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 പേരെ ഈ സെർച്ച് നടത്തുമ്പോൾ വിളിക്കണം. കാരണം അവരെ പ്രസൻസ് മാത്രമേ നടത്താൻ പാടുള്ളൂ. അല്ലെങ്കിൽ കോടതിയിൽ ഒരു ഡിഫൻസ് ആയിട്ട് വരുമ്പോഴത്തേക്ക് പറയും ഇങ്ങനെ ഒരു സെർച്ച് നടത്തിയിട്ടില്ല എന്നും പോലീസ് സ്റ്റേഷനിൽ ഇരുന്ന ആർട്ടിക്കിൾസ് എടുത്തു വെച്ചിട്ടാണ് കോടതിയിൽ കൊണ്ട് ഹാജരാക്കിയെന്നും പറയുന്നു എന്ന് പറയും. അതുകൊണ്ട് അത് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് 2 പേരെ മഹസർ എഴുതുമ്പോൾ മഹസറിൽ 2 പേരെ സാക്ഷികളായിട്ട് അവിടെയുള്ള ആൾക്കാർ, അല്ലെങ്കിൽ ഇപ്പോൾ അവർ അവൈലബിൾ അല്ലെങ്കിൽ ഈ സ്വന്തം നാട്ടിൽ ആ നാട്ടിൽ ഉള്ള ആൾ അവൈലബിൾ അല്ലെങ്കിൽ പുറത്തുള്ള ആളായിരുന്നാലും മതി, അല്ലെങ്കിൽ 2 പേര് അവിടെ വേണം. അത്രേ ഇതിൻ്റെ അകത്ത് പറയുന്നുള്ളൂ. Question 13. When the police register a case regarding commission of a cognizable offence, the registration of the case is under A. Section 154 of CRPC, B. Section 155 of CRPC, C. Section 156(3) of CRPC, D. Section 190 of CRPC. Answer 13. Section 154 of CRPC. ഈ 154 എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഇൻഫർമേഷൻ റിപ്പോർട്ടാണ്. ഇൻഫർമേഷൻ ഇൻ കോഗ്നിസിബിൾ കേസസ്, അതായത് ഫസ്റ്റ് ഇൻഫർമേഷൻ റിപ്പോർട്ട്. ഒരു പോലീസ് ഓഫീസർക്ക് ഒരു വിവരം കിട്ടിക്കഴിഞ്ഞാൽ അദ്ദേഹം അത് രജിസ്റ്റർ ചെയ്യണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സാധാരണ രീതിയിൽ അങ്ങനെ ചെയ്യാറില്ല. അവർ പോയി ഇൻവെസ്റ്റിഗേഷനൊക്കെ നടത്തിയിട്ട് അവിടെ നിന്ന് കംപ്ലയിൻ്റ് ഒക്കെ എഴുതി വാങ്ങിച്ചിട്ടേ രജിസ്റ്റർ ചെയ്യാറുള്ളൂ. യഥാർത്ഥ നടപടി എന്ന് പറഞ്ഞാൽ ഒരു ഫോൺ കോൺവെർസേഷൻ ആണെങ്കിൽ പോലും അത് രജിസ്റ്റർ ചെയ്യണമെന്നാണ് റൂൾ. അത് രജിസ്റ്റർ ചെയ്തതിന് ശേഷം അത് FIR ആക്കി രജിസ്റ്റർ ചെയ്യണം. അപ്പോൾ അത് കോഗ്നിസിബിൾ ഒഫൻസ് ആണെങ്കിൽ അത് FIR ആയിട്ട് രജിസ്റ്റർ ചെയ്യുകയും അത് മേലെ അന്വേഷണം നടത്തുകയും ചെയ്യണം. അപ്പോൾ അതിനകത്ത് പറഞ്ഞിട്ടുള്ള എവരി ഇൻഫർമേഷൻ റിലേറ്റിംഗ് ടു ദ കമ്മീഷൻ ഓഫ് എ കോഗ്നിസിബിൾ ഒഫൻസ് ഇഫ് ഗിവൺ ഓറലി ടു ആൻ ഓഫീസർ ഇൻ ചാർജ് ഓഫ് എ പോലീസ് സ്റ്റേഷൻ ഷാൽ ബി റെഡ്യൂസ്ഡ് ഇൻ റൈറ്റിംഗ്. അദ്ദേഹത്തിൻ്റെ അകത്ത് വാക്കാൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എഴുതണം. അദ്ദേഹം എഴുതി കൊടുക്കുകയാണെങ്കിൽ കുഴപ്പമില്ല, അദ്ദേഹത്തിന് അത് എടുക്കാം. ഓർ അണ്ടർ ഹിസ് ഡയറക്ഷൻ ആൻഡ് ടു ബി റീഡ് ഓവർ ദ ഇൻഫോർമെൻറ്റ്, എന്നിട്ട് അത് ഇൻഫോർമെൻറ്റിൻ്റെ അടുത്ത് വായിച്ച് കേൾപ്പിക്കണം. എന്നിട്ട് ആൻഡ് എവരി സച്ച് ഇൻഫർമേഷൻ വെദർ ഗിവൺ ഇൻ റൈറ്റിംഗ് ഓർ റെഡ്യൂസ്ഡ് ടു റൈറ്റിംഗ് ആസ് അഫോർസെഡ് ഷാൽ ബി സൈൻഡ് ബൈ ദ പേഴ്സൺ ഗിവിംഗ് ഇറ്റ്. അതിൽ ഒപ്പിട്ടിരിക്കണം. അതായത് ആരാണോ കൊടുക്കുന്ന കംപ്ലയിൻറ്റ് അതിൽ അവർ ഒപ്പിട്ടിരിക്കണം. അത് റൈറ്റിങ്ങിലാണ് കൊടുക്കുന്നതെങ്കിൽ. ആൻഡ് സബ്സിസ്റ്റൻസ് ദെയർ ഓഫ് ഷാൽ ബി എൻറ്റേർഡ് ഇൻ എ ബുക്ക് ടു ബി കെപ്റ്റ് ഇൻ ദ ഓഫീസർ ഇൻ സച്ച് ഫോം
ആസ് ദ സ്റ്റേറ്റ് ഗവൺമെൻറ് മേ പ്രിസ്ക്രൈബ് ഇൻ ദിസ് ബിഹാഫ്. ഇതിൻ്റെ അകത്ത് ഇൻഫോമർ ഓർലി പറയണമെങ്കിൽ അത് പറഞ്ഞിട്ട് അയാളെ കൊണ്ട് ഒപ്പിടിക്കണം. റിട്ടേൺ ആണെന്നുണ്ടെങ്കിൽ അതിൽ ഒപ്പിട്ടിരിക്കണം. അത് അവർ സ്റ്റേറ്റ്മെൻറ്റ് എഴുതിയിട്ട് അത് ഒപ്പിടിപ്പിക്കും. എപ്പോഴും ഫസ്റ്റ് ഇൻഫർമേഷൻ 154 സ്റ്റേറ്റ്മെൻറ്റിനകത്ത് ഇൻഫോർമൻറ്റ് സൈൻ ചെയ്യണം. പക്ഷേ 161 സ്റ്റേറ്റ്മെൻറ്റുകളിലൊന്നും സൈൻ ചെയ്യേണ്ട ആവശ്യം, ഇൻഫോർമൻറ്റ് സൈൻ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ 154-ൻ്റെ അകത്ത് അതായത് അതിനാണ് ഫസ്റ്റ് ഇൻഫർമേഷൻ എന്ന് പറഞ്ഞാൽ അവർക്ക് ഫ്രീ ഓഫ് കോപ്പി കൊടുത്തിരിക്കണം ഈ പറയുന്ന ആൾക്കാർക്ക്. അതുപോലെ തന്നെ അത് ഇൻഫർമേഷൻ എടുക്കാൻ പോലീസ് വിസമ്മതിച്ചു കഴിഞ്ഞാൽ അവർക്ക് വേണമെന്നുണ്ടെങ്കിൽ സൂപ്രണ്ട് ഓഫ് പോലീസിനെ സമീപിക്കാം. അതും അതിൻ്റെ അകത്ത് പറഞ്ഞിട്ടുണ്ട്. ഇത്രയാണ് 154-ൻ്റെ അകത്ത് പറഞ്ഞിട്ടുള്ളത്. ഇതൊക്കെ ഫസ്റ്റ് ഇൻഫർമേഷൻ റിപ്പോർട്ടുമായിട്ട് വന്നിട്ടുള്ളത്. അതിൻ്റെ ആൻസർ എന്ന് പറഞ്ഞാൽ 154 ഓഫ് CRPC ആണ്. Question 14. The investigating officer in a case has power to require attendance of a person acquainted with the facts and circumstances of the case under A. 158 CRPC, B. Section 159 CRPC, C. Section 160 CRPC, D. Section 161 of CRPC. Answer 14, Section 160 of CRPC. നമ്മൾ ഓൾറെഡി നോക്കിയതാണ് കാര്യം. ഇതിൻ്റെ അകത്തെന്ന് വെച്ചാൽ ഒരു ഒഫൻസ് കമ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആൾക്കാരെയൊക്കെ പോലീസ് വന്നിട്ട് അവരുടെ 161 സ്റ്റേറ്റ്മെൻറ്റ് റെക്കോർഡ് ചെയ്യും. അത് റെക്കോർഡ് ചെയ്യുന്നതിൻ്റെ കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പെട്ടെന്ന് റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ അത് ഒരു എവിഡൻസ് പിന്നെ അവർക്ക് മാറ്റി പറയുമ്പോഴത്തേക്ക് അതിൻ്റെ അകത്തുള്ള മൊഴിയിലെ വൈരുദ്ധ്യങ്ങളൊക്കെ കണ്ടുപിടിക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. പല സമയത്ത് ഈ 161 സ്റ്റേറ്റ്മെൻറ്റ് ചിലപ്പോൾ പല സമയത്ത് അക്യൂസ്ഡ് വരെ കൊടുക്കാറുണ്ട്, പ്രതി വരെ. കാരണം ഇൻവെസ്റ്റിഗേഷൻ സമയത്ത് ആരാണ് പ്രതി എന്ന് അറിഞ്ഞൂടാ. അവസാനം സ്റ്റേറ്റ്മെൻറ്റൊക്കെ എടുത്തു കഴിഞ്ഞ് ഇൻവെസ്റ്റിഗേഷൻ നടക്കുമ്പോഴായിരിക്കും അറിയുന്നത് ഈ പറയുന്ന 161 സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്ത ആൾ തന്നെയാണ് പ്രതി എന്നുള്ളത്. അപ്പോൾ ഈ 161 സ്റ്റേറ്റ്മെൻറ്റൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് അതിന് പോലീസ് ഓഫീസർ അവരടുത്തോട്ട് വന്ന് ആ മൊഴി എടുക്കാനായിട്ട് ആ കോൾ ഫോർ ചെയ്യുന്നത് 160 CRPCക്കകത്താണ് പറയുന്നത്. അതുകൊണ്ട് ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് 160 ഓഫ് CRPC ആണ്. ഇതിനകത്ത് നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു. 15 വയസ്സിൽ താഴെയുള്ള കുട്ടി, 65 വയസ്സിൽ പ്രായമുള്ള ആൾ, അതുപോലെ ഒരു വുമൺ, ഫിസിക്കലി മെൻ്റലി ഡിസേബിൾഡ് ആയിട്ടുള്ള ആൾക്കാർ, അവരെയൊന്നും അവർ സ്റ്റേഷനിലോട്ട് വിളിക്കാൻ പാടില്ല എന്നുള്ളത് നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു. അതാണ് 160 CRPC എന്ന് പറയുന്നത്. Question 15. The investigating officer under section 160 of CRPC cannot require the attendance at a place other than the place of residence of A male who is under the age of 18 years, B. a male who is under the age of 16 years, C. a woman, D. either A or B or C. Answer 15, a woman. നമ്മൾ പഠിച്ചു കഴിഞ്ഞു ഓൾറെഡി. മറ്റേത് 16 അല്ല 15 പിന്നെ എ എന്ന് പറയുന്ന ആൻസർ തെറ്റാണ്. അപ്പോൾ സി ആണ് ഇതിൻ്റെ അകത്തെ കറക്റ്റ് ആൻസർ. Question 16. The power to direct investigation under section 156(3) of CRPC can be exercised by A. magistrate, B. sessions judge, C. both A and B, D. either A or B. പറയുന്ന പോലീസ് ഓഫീസേഴ്സ് പവർ ടു ഇൻവെസ്റ്റിഗേറ്റ് കോഗ്നിസിബിൾ കേസസ് ആണ് 156 കുറിച്ച് പറയുന്നത്. അതിൽ എനി മജിസ്ട്രേറ്റ് എംപവർ അണ്ടർ സെക്ഷൻ 190 മേ ഓർഡർ സച്ച് ആൻ ഇൻവെസ്റ്റിഗേഷൻ ആസ് അഫോർ മെൻഷൻഡ്. ഇപ്പോൾ പോലീസ് ഓഫീസർ നമ്മളോണ്ടൊരു കേസ് കൊടുത്ത് കേസ് എടുക്കുന്നില്ല പോലീസ് ഓഫീസർ, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മജിസ്ട്രേറ്റിന് 190 പ്രകാരം കേസ് കൊടുക്കാം, പ്രൈവറ്റ് കംപ്ലൈൻ്റ് ആയിട്ട്. അവിടെ മജിസ്ട്രേറ്റിന് ഈ ഇൻവെസ്റ്റിഗേഷൻ പോലീസ് സ്റ്റേഷനിലോട്ട് ഓർഡർ ചെയ്യാനുള്ള അധികാരമുണ്ട്. അത് 156(3)കകത്താണ് ഉള്ളത്. അത് മജിസ്ട്രേറ്റിന് മാത്രമേ അധികാരമുള്ളൂ. അതുകൊണ്ട് ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് A16, എ മജിസ്ട്രേറ്റ് ആണ്. Question 17. Section 160 of CRPC authorizes a police officer to A. summon a person as a witness, B. summon a person for the production of documents, C. summon a person for the production of an articles, D. all the above. A17, summon a person as a witness. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 161 സ്റ്റേറ്റ്മെൻറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു. പോലീസ് ഓഫീസർ അവരെ കോൾ ഫോർ ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ട് കഴിഞ്ഞാൽ വിറ്റ്നസ് ആയിട്ടാണ്. അവർ വിറ്റ്നസ് അവരെ സ്റ്റേറ്റ്മെൻറ്റൊക്കെ എഴുതിയെടുക്കും, അവർ പറയുന്ന മൊഴികളൊക്കെ എഴുതിയെടുക്കും. അതുകൊണ്ട് വിറ്റ്നസ് ആവാൻ വേണ്ടിയിട്ടാണ് വിളിക്കുന്നത്. Question 18. A person who fails to attend on being served with an order under section 160 of CRPC of an investigating officer is liable to be prosecuted under A. section 173 I.P.C, B. section 174 I.P.C, C. section 186 I.P.C, D. all the above. ആൻസർ 18, സെക്ഷൻ 174 I.P.C. അതൊരു പബ്ലിക് സർവൻറ്റ് നമ്മളെ കോൾ ഫോർ വിളിക്കുകയാണ്. അവർ 161 സ്റ്റേറ്റ്മെൻറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് 160 പ്രകാരം നമുക്കൊരു റിട്ടേൺ റിക്വസ്റ്റ് തന്നു കഴിഞ്ഞാൽ നമ്മളവിടെ പോയേ പറ്റൂ. അത് പോവാതിരുന്നു കഴിഞ്ഞാൽ നമുക്കെതിരെ കേസെടുക്കും. ഇത് പ്രകാരം പോലീസിനുള്ളൊരു അവകാശമാണ്. അപ്പോൾ 174 പ്രകാരമാണ് കേസെടുക്കുന്നത്. അതുകൊണ്ട് ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് 174 I.P.C ആണ്.
Question 19. Which section of the Code of Criminal Procedure authorizes a private person to arrest any person committing cognizable offence? A. Section 44, B. Section 47, C. Section 43, D. Section 42. Answer Section 43. 43 പറയുന്ന അറസ്റ്റ് ബൈ പ്രൈവറ്റ് പേഴ്സൺ ആൻഡ് പ്രൊസീജിയർ ഓൺ സച്ച് അറസ്റ്റ്. അതെന്ന് വെച്ചാൽ എനി പ്രൈവറ്റ് പേഴ്സൺ മേ അറസ്റ്റ് ഓർ കോസ് ടു ബി അറസ്റ്റഡ് എനി പേഴ്സൺ ഹൂ ഈസ് ഹിസ് പ്രസൻസ് കമ്മിറ്റ് എ നോൺ ബെയിലബിൾ ആൻഡ് കോഗ്നിസിബിൾ ഒഫൻസ് ഓർ എനി പ്രൊക്ലൈംഡ് ഒഫൻഡർ ഓർ വിത്തൗട്ട് നെസസറി ഡിലേ ഷാൽ മേക്ക് ഓവർ ഓർ കോസ് ടു ബി മെയ്ഡ് ഓവർ എനി പേഴ്സൺ ടു ബി അറസ്റ്റഡ് ടു എ പോലീസ് ഓഫീസർ. ഇത് ഇതിൻ്റെ അകത്തെന്ന് വെച്ചാൽ നമ്മളെ ഫ്രണ്ടിൽ ഒരു ഒഫൻസ് കമ്മിറ്റ് ചെയ്യാണ് ഒരാൾ മാല ഇങ്ങനെ വലിച്ചു പൊട്ടിച്ചുകൊണ്ട് ഓടണമെങ്കിൽ നമുക്ക് അറസ്റ്റ് ചെയ്യാനുള്ള അധികാരമുണ്ട് പ്രൈവറ്റ് പേഴ്സണ്. നമുക്ക് അതിന് ശേഷം അവർ പോലീസിനെ ഏൽപ്പിക്കണം അവരെ അറസ്റ്റ് ചെയ്തിട്ട്. അതുപോലെ അവ ഒരു പ്രൊക്ലൈംഡ് ഒഫൻഡറാണ്, പിടികിട്ടാപ്പുള്ളി എൻ്റെ ഫോട്ടോയൊക്കെ ഒന്നും പത്രത്തിൽ വരുന്നത്. നമ്മൾ നോക്കിയപ്പോൾ അവൻ നമ്മളെ ഫ്രണ്ടിൽ കൂടെ പോകണം, നമുക്ക് ചാടി പിടിക്കാവനെ, നമ്മൾ അറസ്റ്റ് ചെയ്യാം, നമുക്ക് അതിനുള്ള അധികാരമുണ്ട്. അതൊക്കെ പറഞ്ഞിരിക്കുന്നത് 43-ക്കകത്താണ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ സെക്ഷൻ 43. Question 20. A private person may arrest any person who A. in his presence commit a non-cognizable offence, B. in his presence commit a bailable offence, C. in his presence commit a cognizable and non-bailable offence, in his presence commits a non-cognizable and bailable offence. Answer 20. In his presence commits a cognizable and non-bailable offence. ഇത് ഷെഡ്യൂളിൻ്റെ അകത്ത് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അപ്പോൾ നമ്മളെ മുമ്പ് ഒരു കോഗ്നിസിബിൾ ആൻഡ് നോൺ ബെയിലബിൾ ഒഫൻസ് ആണ് കമ്മിറ്റ് ചെയ്യണമെങ്കിൽ മാത്രമേ നമുക്ക് അറസ്റ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ അദ്ദേഹം ഒരു പിടികിട്ടാപ്പുള്ളി ആയിരിക്കണം. അതും ഈ പറയുന്ന കോഗ്നിസിബിൾ നോൺ ബെയിലബിൾ ഒഫൻസ് കമ്മിറ്റ് ചെയ്താലേ പിടികിട്ടാപ്പുള്ളി ആക്കത്തുള്ളൂ. അപ്പോൾ ഇങ്ങനെയുള്ള രീതിയിൽ ഉണ്ടെങ്കിൽ നമുക്ക് അറസ്റ്റ് ചെയ്യാം, പിടികിട്ടാപ്പുള്ളിയെ അറസ്റ്റ് ചെയ്യാം. ഇത് ഒരു നോൺ കോഗ്നിസിബിൾ ഒഫൻസ് ആണെങ്കിൽ പറ്റത്തില്ല, നമുക്ക് അറസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഒരു ബെയിലബിൾ ഒഫൻസ് ആണ് കമ്മിറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് അറസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അതൊരു കോഗ്നിസിബിൾ ആൻഡ് നോൺ ബെയിലബിൾ ഒഫൻസ് തന്നെ ആയിരിക്കണം, എങ്കിലേ നമുക്ക് അയാളെ അറസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. അത് സാധാരണ എല്ലാ ഒഫൻസുകളും കോഗ്നിസിബിൾ ആൻഡ് നോൺ ബെയിലബിൾ കാറ്റഗറിയിൽ വരുന്നതാണ്. ഇപ്പോൾ മോഷണം നടത്തുക അപ്പോഴല്ലേ നമ്മൾ പിടിക്കത്തുള്ളൂ, അല്ലെങ്കിൽ ഒരാളെടുത്തിട്ട് ഇടിക്കുക, ചവിട്ടുക, അടിക്കുക, അങ്ങനെയൊക്കെയുള്ള പരിപാടികൾ ചെയ്യുക, കുത്തുക, മാല വലിച്ചു പൊട്ടിക്കുക, സൈക്കിളും കാറും ഒക്കെ മോഷ്ടിച്ചുകൊണ്ട് പോവുക, അമ്പലത്തിലെ കാണിക്ക വഞ്ചി മോഷ്ടിക്കുക, ഇങ്ങനെയൊക്കെയുള്ള പരിപാടികളൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ധൈര്യമായിട്ട് അവരെ ഒടിച്ചിട്ട് പിടിക്കാനും പോലീസിനെ ഏൽപ്പിക്കാനും സാധിക്കും. Question 21. A person arrested by a police officer may kept in custody for A. 2 days, B. 1 week, C. 5 days, D. 24 hours. Section 57. Person arrested not to be detained more than 24 hours. Answer 21. 24 hours. 24 മണിക്കൂർ. അതായത് ഒരാൾ അറസ്റ്റ് റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞാൽ 24 മണിക്കൂർ വരെ മാത്രമേ അയാളെ പോലീസിന് കസ്റ്റഡിയിൽ വയ്ക്കാൻ പറ്റത്തുള്ളൂ. അത് കഴിഞ്ഞാൽ അയാളെ നിയറസ്റ്റ് മജിസ്ട്രേറ്റിന് മുമ്പ് ഹാജരാക്കണം. മജിസ്ട്രേറ്റ് അയാളെ റിമാൻഡ് ചെയ്യും. പോലീസിന് വേണമെങ്കിൽ കസ്റ്റഡി വാങ്ങിക്കാം, കസ്റ്റഡി ആപ്ലിക്കേഷൻ കൊടുത്ത് കസ്റ്റഡി പിന്നെ വാങ്ങിക്കാം. പക്ഷേ 24 മണിക്കൂർ കഴിഞ്ഞ് കയ്യിൽ വയ്ക്കാൻ പാടില്ല. അത് നമുക്ക് വായിച്ചു നോക്കാം. നോ പോലീസ് ഓഫീസർ ഷാൽ ഡീറ്റെയിൻ ഇൻ കസ്റ്റഡി എ പേഴ്സൺ അറസ്റ്റഡ് വിത്തൗട്ട് വാറണ്ട് ഫോർ എ ലോങ്ങർ പീരീഡ് ദാൻ അണ്ടർ ഓൾ ദ സർക്കംസ്റ്റാൻസസ് of a case is reasonable, and such period shall not, in the absence of a special order of a magistrate under 167, exceed 24 hours, exclusive of the time necessary for the journey from the place of arrested and magistrate court. Exceptional circumstances ഉണ്ടെങ്കിൽ മാത്രമേ പറ്റത്തുള്ളൂ. അതുപോലെ തന്നെ ജേർണി ഉണ്ട്. മജിസ്ട്രേറ്റ് കോടതി അയാളെ അറസ്റ്റ് ചെയ്യുന്ന സ്ഥലത്ത് നിന്ന് മജിസ്ട്രേറ്റ് കോടതി വരെയുള്ള സമയം കാൽക്കുലേറ്റ് ചെയ്യും. അപ്പോൾ 24 മണിക്കൂർ കഴിയാൻ പാടില്ല. അതാണ് ഇതിൻ്റെ അകത്ത് റൂള് എന്ന് പറയുന്നത്. സാധാരണ നോർമലി അറസ്റ്റ് ചെയ്യുന്നവരെല്ലാം 24 മണിക്കൂറിനകം കോടതിയിൽ ഹാജരാക്കിയിരിക്കണം. Question 23. According to which section of a person can arrest on refusal to give name and address? A. Section 39, B. Section 42, C. Section 43, D. Section 41. Answer Section 42. Arrest on refusal to give name and residence. അപ്പോൾ നമ്മളൊരു സസ്പീഷ്യസ് സർക്കംസ്റ്റാൻസസ് പോലീസ് നമ്മളടുത്ത് വന്ന് ചോദിക്കണം, നിങ്ങൾ എവിടെയുള്ള ആളാണെന്ന് നമ്മൾ പേര് പറയാൻ മനസ്സിലാകുന്ന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോലീസിന് നമ്മൾ അറസ്റ്റ് ചെയ്യും. പക്ഷേ പോലീസിൻ്റെ അടുത്ത് നമ്മൾ പറയാണ്, പിന്നെ നമ്മൾ അറസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ നമ്മൾ പറയാണ്, അല്ല എൻ്റെ പേര് ഇന്നതാണ്, എൻ്റെ അഡ്രസ്സ് ഇന്നതാണെന്ന് പറഞ്ഞ് വെറുതെ വിടണമെന്നുമാണ് പറഞ്ഞിരിക്കുന്നത്. ഇതാണ് സെക്ഷൻ 42-നകത്ത് പറഞ്ഞിരിക്കുന്നത്. Question 24. Under which section arrested person can be searched? Section 51, B. Section 50, C. Section 52, D. Section 54. Answer 24, Section 51. Search of arrested person.
അപ്പോൾ ഈ സെർച്ച് നടത്തേണ്ട ആവശ്യമെന്ന് വെച്ചാൽ ഇപ്പോൾ അറസ്റ്റ് ചെയ്യുന്ന സമയത്ത് ദ പോലീസ് ഓഫീസർ മേക്കിംഗ് ദ അറസ്റ്റ് ഓർ വെൻ ദ അറസ്റ്റ് ഈസ് മെയ്ഡ് ബൈ എ പ്രൈവറ്റ് പേഴ്സൺ ദ പോലീസ് ഓഫീസർ ടു ഹൂം ഹി മേക്സ് ഓവർ ദ പേഴ്സൺ അറസ്റ്റഡ്. അപ്പോൾ പോലീസ് ഓഫീസറാണ് അറസ്റ്റ് ചെയ്യുന്നതെങ്കിൽ അല്ലെങ്കിൽ പ്രൈവറ്റ് പേഴ്സണാണ് അറസ്റ്റ് ചെയ്യുന്നതെങ്കിൽ അദ്ദേഹം പോലീസ് ഓഫീസറെ ഹാജരാക്കുമ്പോഴത്തേക്ക് അറസ്റ്റ് ചെയ്തതിന് ശേഷം പോലീസ് ഓഫീസർ വന്ന് അദ്ദേഹത്തിന് സറണ്ടർ ചെയ്യുന്ന സമയത്ത് സെർച്ച് നടത്താൻ പറ്റും. എന്തിനെന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ സേഫ് കസ്റ്റഡിയിലുള്ള ആർട്ടിക്കിൾസ് എടുക്കാൻ വേണ്ടിയിട്ടാണ്. നെസസറി വെയറിംഗ് അപ്പാരൽസ് എടുക്കാൻ പാടില്ല എന്ന് വെച്ചാൽ ഷർട്ടും പാൻറ്റൊന്നും ഊരി എടുക്കാൻ പാടില്ല. അല്ലാതെ എന്തെങ്കിലും കയ്യിലുണ്ടെങ്കിൽ അത് വാങ്ങിച്ചു കഴിഞ്ഞാൽ ആ ആർട്ടിക്കിൾ സീസ് ചെയ്ത് കഴിഞ്ഞാൽ അത് പിന്നെ അദ്ദേഹത്തിന് റെസിപ്റ്റ് കൊടുക്കണം, എത്ര സാധനങ്ങൾ എടുത്തിട്ടുണ്ടെന്ന്. അതായത് അതിൻ്റെ വാച്ച് എടുത്തുകൊണ്ട് വന്നിട്ട് റെസിപ്റ്റ് കൊടുക്കാതെ അവസാനം വാച്ച് നോക്കുമ്പോൾ വാച്ചില്ല, വാച്ച് പോയി, അങ്ങനെ ഒരു അവസ്ഥ വരരുത്. അതാണ് സെർച്ച് ഓഫ് എ പേഴ്സണെ കുറിച്ച് ഇതിൻ്റെ അകത്ത് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ ഫീമെയിൽ ആണെന്നുണ്ടെങ്കിൽ ഫീമെയിൽ ഓഫീസറിനെ സെർച്ച് ചെയ്യണം, മെയിൽ ഓഫീസറെ കൊണ്ട് സെർച്ച് ചെയ്യാൻ പാടില്ല. ഇതാണ് സെക്ഷൻ 51. ക്വസ്റ്റ്യൻ 25. അണ്ടർ വിച്ച് സെക്ഷൻ പേഴ്സൺ അറസ്റ്റഡ് ടു ബി ഇൻഫോംഡ് ഓഫ് ഗ്രൗണ്ട്സ് ഓഫ് അറസ്റ്റ് ആൻഡ് ഓഫ് റൈറ്റ് ടു ബെയിൽ? എ സെക്ഷൻ 51, ബി സെക്ഷൻ 56, സി സെക്ഷൻ 55, ഡി സെക്ഷൻ 50. ആൻസർ 25, സെക്ഷൻ 50. Person arrested to be informed of grounds of arrest and of right to bail. Every police officer or other person arrested by any person without a warrant shall forthwith communicate to him full particulars of the offence for which he is arrested or other grounds of such arrest. അദ്ദേഹത്തിൻ്റെ അടുത്ത് പറഞ്ഞ് മനസ്സിലാക്കണം അദ്ദേഹത്തിന് ഏത് ഗ്രൗണ്ടിലാണ് അദ്ദേഹത്തിന് അറസ്റ്റ് ചെയ്തതെന്നും അദ്ദേഹത്തിന് ബെയിൽ കിട്ടാനുള്ള അവസരമുണ്ട് എന്നും. അദ്ദേഹത്തിന് കോടതിയെ സമീപിച്ചാൽ നിങ്ങൾക്ക് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം എന്നാണ് അർത്ഥം. ഒരു നോൺ ബെയിലബിൾ ഒഫൻസിൽ ഒരു പോലീസ് ഓഫീസർ ഒരാൾ വാറണ്ടില്ലാതെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ജാമ്യം കിട്ടാൻ ഉള്ള ഇതുണ്ടെന്നും അദ്ദേഹത്തിന് ബെയിൽ റിലീസ് ചെയ്യാനായിട്ട് 2 ഷുവർട്ടീസിന് ആവശ്യമാണെന്നും ഉള്ള കാര്യവും അദ്ദേഹത്തിന് അറിയിച്ചിരിക്കണം. ഇതൊക്കെ പറഞ്ഞ്, അതായത് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അദ്ദേഹത്തിന് മനസ്സിലാക്കി ഇതൊക്കെ പറഞ്ഞു കൊടുക്കണമെന്ന് അർത്ഥം. കാരണം അവർക്ക് അറസ്റ്റ് ചെയ്യുമ്പോൾ അവരാകെ വെപ്രാളം പിടിച്ചായിരിക്കും നിൽക്കുന്നത്. അപ്പോൾ അവർ സമാധാനിപ്പിച്ചിട്ട് പറയണം നിങ്ങൾക്ക് ജാമ്യം കിട്ടാൻ കോടതിയിൽ പോയിട്ട് അവിടെ നിങ്ങൾ ഷുവർട്ടീസിനെ ഹാജരാക്കണം, ബെയിൽ ആപ്ലിക്കേഷൻ മൂവ് ചെയ്യണം, വക്കീലിന് അവർ വച്ചു കൊടുക്കണം, കാര്യങ്ങളെല്ലാം ഉണ്ട്, ലീഗൽ എയ്ഡൊക്കെ അവർക്ക് കിട്ടണം. അപ്പോൾ അത് എല്ലാ കാര്യങ്ങളും എല്ലാം തയ്യാറാക്കി കൊടുക്കണമെന്നാണ് ഈ ആക്ടിനകത്ത് പറയുന്നത്. ആക്ടിലെല്ലാം നന്നായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്, പക്ഷേ റിയൽ ലൈഫിൽ ഇതൊക്കെ നടക്കുന്ന കാര്യം വലിയ ബുദ്ധിമുട്ടാണ്. Question 26. An arrested person has a right to consult a legal practitioner of his choice. The consultation with the lawyer A may not be in presence of police officer. B may be in the presence of police officer but not within his hearing. C may be in the presence of the police officer and within his hearing. D both A and B. ആൻസർ 27, മേ നോട്ട് ബി ഇൻ ദ പ്രസൻസ് ഓഫ് ദ പോലീസ് ഓഫീസർ. അപ്പോൾ ഒരു വക്കീലിന് അദ്ദേഹത്തിന് ലീഗൽ പ്രാക്ടീഷണറെ അദ്ദേഹത്തിന് അറസ്റ്റഡ് പേഴ്സണ് വച്ചു കൊടുക്കണം, കൺസൾട്ട് ചെയ്യാനായിട്ടുള്ള അവസരം കൊടുക്കണം. അപ്പോൾ അങ്ങനെ കൺസൾട്ട് ചെയ്യാനായിട്ടുള്ള അവസരം കൊടുക്കുന്ന സമയത്ത് അത് പോലീസ് ഓഫീസറിൻ്റെ പ്രസൻസിലോ ഹിയറിങ്ങിലോ ആയിരിക്കരുത്. അതായത് അദ്ദേഹത്തിന് എക്സ്ക്ലൂസീവായിട്ട് അദ്ദേഹത്തിന് ഒരു പ്രത്യേക സ്ഥലത്തോട്ട് മാറ്റി അവിടെ ഇരുന്ന് വേണം അവർ കൺസൾട്ട് ചെയ്ത് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനുള്ളത്. അപ്പോൾ അതിനുള്ള അവസരവും കൊടുത്തിരിക്കണം. അതും അതിൻ്റെ അകത്ത് പറഞ്ഞ് CRPCക്കകത്ത് പറയുന്നുണ്ട്. അടുത്ത സെക്ഷൻ 27. അടുത്ത ക്വസ്റ്റ്യൻ 27. ഹൗ ആർ സമൻസ് സെർവ്ഡ്? ബൈ എ പോലീസ് ഓഫീസർ A, B by an officer in court, C by an authorized public servant, D by any of the above. ആൻസർ 27, by any of the above. സെക്ഷൻ 62-നകത്താണ് അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. സമൻസ് ഹൗ സെർവ്ഡ്. എവരി സമൻസ് ഷാൽ ബി സെർവ്ഡ് ബൈ എ പോലീസ് ഓഫീസർ or subject to such rule as the state government may make in this behalf by an officer of the court issuing it or other public servant. The summons shall, if practicable, be served personally on the person summoned by delivering or tendering to him one of the duplicates of the summons. 3. Every person on whom the summons is so served shall, if so required by the serving officer, sign a receipt therefore on the back of the other duplicate. Question 28. Which section of CRPC provides that no statement made by any person to police officer in course of an investigation shall, if reduced to writing, be signed by person making it? A. Section 164, B. Section 163, C. Section 162, D. Section 161. Answer 28, Section 162. ഇതിനകത്ത് പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ് to police not to be signed, use the statements in evidence. അതായത് ഒരു 161 സ്റ്റേറ്റ്മെൻറ്റ് റെക്കോർഡ് ചെയ്യുമ്പോഴത്തേക്ക് അത്
അത് കൊടുത്ത ആൾ സൈൻ ചെയ്യേണ്ട ആവശ്യമില്ല. അതേസമയം 154 ആണെങ്കിൽ 154 അതായത് FIR കൊടുക്കുമ്പോൾ ഫസ്റ്റ് ഇൻഫർമേഷൻ സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കുമ്പോൾ അത് സൈൻ ചെയ്തിരിക്കണം ആ കൊടുക്കുന്ന പാർട്ടി. പക്ഷേ പോലീസ് ഓഫീസർക്ക് കൊടുക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ് ആ പാർട്ടി സൈൻ ചെയ്യേണ്ട, അത് ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസറാണ് അതിൻ്റെ താഴെ സൈൻ ചെയ്യുന്നത്. അതാണ് ഇതിൻ്റെ അകത്ത് പറഞ്ഞിട്ടുള്ളത്. Question 29. Point out incorrect answer. First information report means a report about cognizable offence. B. Information given to police officer. C. Information first in point of time. D. It must always be given in writing. ഇതിൻ്റെ അകത്ത് തെറ്റായിട്ടുള്ള ഇൻഫോർമേഷൻ കാര്യമാണ്. ആൻസർ 29. ഇറ്റ് മേ ബി ഓൾവേസ് ബി ഗിവൺ ഇൻ റൈറ്റിംഗ്. അത് ഓറലായിട്ടും കൊടുക്കാം, വാക്കാലും കൊടുക്കാം. ഇതെന്ന് പറഞ്ഞാൽ ഒരു കോഗ്നിസിബിൾ ഒഫൻസിനെ കുറിച്ചുള്ളതായിരിക്കണം. കാരണം പോലീസ് ഓഫീസർ മുമ്പേണ് കൊടുക്കുന്ന നോൺ കോഗ്നിസിബിൾ ഒഫൻസ് ആണെങ്കിൽ പോലീസ് ഓഫീസർക്ക് അത് രജിസ്റ്റർ ചെയ്യാൻ പറ്റില്ല. അത് ഇൻഫർമേഷൻ പോലീസ് ഓഫീസർക്ക് മുമ്പേണ് കൊടുക്കുന്നത്. ഇൻഫർമേഷൻ എന്ന് പറയുന്നത് ആദ്യത്തെ ഹിയറിംഗ്, അതിനെ ഫസ്റ്റ് ഇൻഫർമേഷൻ എന്ന് പറയുന്നതിന് ഫസ്റ്റ് പോയിന്റിൽ കൊടുക്കുന്ന ഇൻഫർമേഷനാണ്. ആദ്യമായിട്ട് പോലീസ് ഓഫീസർ അറിയുന്ന സമയത്ത് തന്നെ അത് റെക്കോർഡ് ചെയ്യണമെന്നാണ് റൂള്. അപ്പോൾ ഇത് റിട്ടേൺ ആവണമെന്നില്ല, വേണമെങ്കിൽ ഓറലായിട്ടും കൊടുക്കാം. ഈവൻ ടെലഫോണിക് കോൺവെർസേഷൻ പോലും അത് FIR ആയിട്ട് രജിസ്റ്റർ ചെയ്യണമെന്നാണ് റൂള്. ഇത് 154 ഫസ്റ്റ് ഇൻഫർമേഷൻ റിപ്പോർട്ടിനെ കുറിച്ച് പറയുന്നത്. Question 30. Which section of CRPC defines examination of witnesses by police? Section 159, B. Section 164, C. Section 163, D. Section 161. Answer 30. സെക്ഷൻ 161 എക്സാമിനേഷൻ ഓഫ് വിറ്റ്നസസ് ബൈ പോലീസ്. അതായത് ഒരു ഒഫൻസ് കമ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പോലീസ് വരികയും അവിടെയുള്ള ആൾക്കാർ എത്രയും വിളിച്ച് 161 സ്റ്റേറ്റ്മെൻറ്റ് റെക്കോർഡ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു പ്രശ്നമാണ്, നമ്മളാണ് പരാതി കൊടുക്കണമെങ്കിൽ നമ്മൾ സാക്ഷികളെ കൊടുക്കാറുണ്ട്. സാക്ഷികൾ ഇന്ന ആൾക്കാർ കണ്ടു എന്ന് പറയാറുണ്ട്. അപ്പോൾ അവരുടെ വന്നിട്ട് അവരുടെ മൊഴി എടുക്കാറുണ്ട്. അപ്പോൾ സസ്പീഷ്യസ് ആയിട്ടുള്ളൊരു കാര്യമാണെങ്കിൽ അവിടെയുള്ള ആൾക്കാരെ മൊത്തം എടുക്കും. കിട്ടുന്നവരെ അത്രയും ഈ ഫാക്റ്റുമായിട്ട് അറിയപ്പെടുന്ന ആരൊക്കെയുണ്ട് അവരുടെയൊക്കെ സ്റ്റേറ്റ്മെൻറ്റ് എടുക്കും. കാരണം അത് പിന്നെ ഒരു മൊഴിയിൽ എന്തെങ്കിലും വ്യത്യാസം വരുത്തി കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് അത് ചെയ്യുന്നത്. പിന്നെ നമ്മൾ എവിഡൻസ് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടും 161 സ്റ്റേറ്റ്മെൻറ്റ് എടുക്കാറുണ്ട്. കാരണം ഇപ്പോൾ ഒരാൾ ഇടിച്ചു എന്ന് പറഞ്ഞാൽ വെച്ചാൽ അപ്പോൾ നമുക്കറിയാമല്ലോ ഇന്ന ആളാണ് എന്നെ ഇടിച്ചതെന്ന്. അപ്പോൾ ഇന്ന ആൾ എന്നെ ഇടിച്ചു, ഇന്ന ആൾക്കാർ കണ്ടു എന്ന് പറഞ്ഞാൽ ഇന്ന ആൾക്കാരുടെ മൊഴി പോലീസ് വന്ന് എടുക്കും. കാരണം അത് നമ്മുടെ ആവശ്യമാണല്ലോ. പിന്നെ ഒരു മർഡറൊക്കെയാണ് നടക്കണമെങ്കിൽ അതിൻ്റേതായിട്ടുള്ള രീതിയിലുള്ള കേസുകൾ മീൻസ് എല്ലാ അവിടെ സസ്പീഷ്യസ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ ചിലപ്പോൾ അടുത്തുള്ള കടക്കാരെ എടുക്കും, അവിടെയുള്ള ആൾക്കാരെ എടുക്കും, ബന്ധുക്കളുടെ എടുക്കും, സമീപവാസികളുടെ മൊഴികളെടുക്കും. കാരണം അവർ എന്തെങ്കിലുമൊക്കെ ഇൻവെസ്റ്റിഗേഷൻ അവർ പറഞ്ഞ മൊഴി കറക്റ്റാണോ എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. Question number 31. In a non-cognizable case, the accused A. can object to the grant of permission under section 155(2) CRPC as a matter of right. B. can object to the grant of permission under section 155(2) of CRPC with the leave of the magistrate. C. can object to the grant of permission under section 155(2) of CRPC with the leave of the High Court. D. has no right to participate in the proceedings and cannot object to grant of permission under section 155(2) of CRPC. Answer 31. D. has no right to participate in the proceedings and cannot object to the grant of permission under section 155(2) of CRPC. ഇതൊരു നോൺ കോഗ്നിസിബിൾ ഒഫൻസിനെ കുറിച്ച് പറയുന്ന ഒരു കാര്യമാണ്. അത് നോൺ കോഗ്നിസിബിൾ ഒഫൻസ് എങ്ങനെ അറിയാമെന്ന് വെച്ചാൽ നമ്മൾ CRPCയുടെ ഷെഡ്യൂളിനകത്ത് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ നേരത്തെ നോക്കിയതാണ് ഷെഡ്യൂളിനെ കുറിച്ച്. അതിൻ്റെ അകത്ത് നോൺ കോഗ്നിസിബിൾ എന്നൊരു ഒഫൻസിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു നോൺ കോഗ്നിസിബിൾ ഒഫൻസാണ്. അവിടെ പോലീസ് ഓഫീസർക്ക് കോടതിയുടെ പെർമിഷൻ ഇല്ലാതെ കേസ് എടുക്കാനായിട്ട് സാധിക്കത്തില്ല. അങ്ങനെ ഒരു പ്രൊസീഡിങ്സ് നടക്കവേ ഒരു പ്രതിയുടെ റൈറ്റാണ്. ഇപ്പോൾ മജിസ്ട്രേറ്റ് ഒരു പെർമിഷൻ കൊടുക്കുകയാണ് ഒരു കേസിൽ, നോൺ കോഗ്നിസിബിൾ കേസാണ്, ഈ കേസിനകത്ത് പോലീസിനോട് ഇൻവെസ്റ്റിഗേഷൻ നടത്താനായിട്ട് പറയുകയാണ്. അങ്ങനെ പറയുന്ന സമയത്ത് പ്രതിക്ക് വന്ന് കോടതിയിൽ അപ്പിയർ ചെയ്തിട്ട് അതിനെ ഒബ്ജക്റ്റ് ചെയ്യാനുള്ള യാതൊരു റൈറ്റും ഇല്ല. അവർ ആ പ്രൊസീഡിങ്സിലോട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യാനും പാടില്ല, ആ ഭാഗത്തോട്ട് വരാനും പാടില്ല. അത് കോടതി തീരുമാനിക്കുന്ന കാര്യമാണ്. ഈ 155(2) എന്ന് പറയുന്നത് no police officer shall investigate a non-cognizable case without the order of a magistrate having power to try such a case or commit the case for trial. അപ്പോൾ മജിസ്ട്രേറ്റ് അങ്ങനെ ഒരു പെർമിഷൻ പോലീസിനോട് പറയണം, നിങ്ങൾ ഇൻവെസ്റ്റിഗേഷൻ നടത്തിക്കൊള്ളൂ എന്ന് പറയുന്ന ആ ഒരു ഭാഗത്ത് പ്രതിക്ക് അപ്പിയർ ചെയ്യാനും പ്രതിക്ക് അത് തടസ്സപ്പെടുത്താനോ അതിന് ഒബ്ജക്ഷൻ കൊടുക്കാനോ ഒന്നും പാടില്ല. അതാണ് ഇതിൻ്റെ അകത്ത് പറയുന്നത്. Question 32. Complaint as provided under section 2D of CRPC. A. can be in writing only. B.
can be oral. C. either in writing or oral. D. can be by gestures. ഇത് കംപ്ലൈൻറ്റിനെ കുറിച്ച് പറയുന്ന ഭാഗമാണ്. കംപ്ലൈൻറ്റ് എങ്ങനെയാണ് കൊടുക്കുന്നതെന്നാണ്. അത് ഓറലായിട്ട് മാത്രമേ കൊടുക്കാൻ പറ്റൂ, അത് റിട്ടേൺ ആയിട്ട് മാത്രമേ കൊടുക്കാൻ പറ്റൂ. അത് ഓറലായിട്ട് റിട്ടേൺ ആയിട്ടും കൊടുക്കാം, അല്ലെങ്കിൽ ഗസ്റ്ററിലൂടെ ആണ് കൊടുക്കുന്നത് എന്നാണ് ഇതിൻ്റെ അകത്ത് പറഞ്ഞിരിക്കുന്നത്. ആംഗ്യത്തിലൂടെയാണ് കൊടുക്കുന്നത്. അത് ആംഗ്യത്തിലൂടെ മാത്രമേ കൊടുക്കാൻ പറ്റൂ എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് എൻ്റെ ആൻസർ നോക്കാം. ആൻസർ 32 either in writing or oral. ഈ കംപ്ലൈൻറ്റിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന സെക്ഷൻ 2D ഓഫ് CRPC ആണ്. അതെന്താണെന്ന് നമുക്ക് നോക്കാം. കംപ്ലൈൻറ്റ് മീൻസ് എനി അലിഗേഷൻ മെയ്ഡ് ഓറലി ഓർ ഇൻ റൈറ്റിംഗ് ടു എ മജിസ്ട്രേറ്റ് വിത്ത് എ വ്യൂ ടു ഹിസ് ടേക്കിംഗ് ആക്ഷൻ അണ്ടർ ദിസ് കോഡ് ദാറ്റ് സം പേഴ്സൺ വെദർ നോൺ ഓർ അൺനോൺ ഹാസ് കമ്മിറ്റഡ് ആൻ ഒഫൻസ് ബട്ട് ഡസ് നോട്ട് ഇൻക്ലൂഡ് എ പോലീസ് റിപ്പോർട്ട്. ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നതെന്ന് വെച്ചാൽ ഇതൊരു അലിഗേഷനാണ്. എനി അലിഗേഷൻ, എന്ത് അലിഗേഷനും ആവാം. അത് ഓറലാവാം, റിട്ടേൺ ആവാം. ആർക്കാണ് കൊടുക്കുന്നത്? മജിസ്ട്രേറ്റിനാണ് കൊടുക്കുന്നത്. അദ്ദേഹത്തിന് ആക്ഷൻ എടുക്കാൻ വേണ്ടിയിട്ട്, ഈ പരാതിക്ക് മേലിൽ, അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. അത് നോൺ ആവാം, അൺനോൺ ആവാം. നമുക്കൊരു പരാതി കൊടുക്കുന്ന ആളിനെ അറിയണമെന്നില്ല. ഫോർ എക്സാമ്പിൾ മാല പൊട്ടിച്ചുകൊണ്ട് ഒരുത്തൻ പോയി, അല്ലെങ്കിൽ ഒരുത്തൻ മോഷണം നടത്തിക്കൊണ്ട് പോയി, നമുക്ക് ആളിനെ അറിഞ്ഞുകൂടാ. അതുകൊണ്ട് തന്നെ അൺനോൺ പേഴ്സണെതിരെ നമുക്ക് പരാതി കൊടുക്കാം. അതുപോലെ അദ്ദേഹം ഒരു കമ്മിറ്റ് ചെയ്തിരിക്കണം. ആ ഒരു അൺനോൺ പേഴ്സൺ അല്ലെങ്കിൽ നോൺ പേഴ്സൺ ഒരു ഒഫൻസ് കമ്മിറ്റ് ചെയ്തിരിക്കണം. ഇതിൽ പോലീസ് റിപ്പോർട്ട് വരത്തില്ല. പോലീസ് റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ ഫൈനൽ റിപ്പോർട്ടാണ്. പോലീസ് അവസാനം ഇൻവെസ്റ്റിഗേഷൻ എല്ലാം കഴിഞ്ഞിട്ട് കൊടുക്കുന്ന റിപ്പോർട്ടാണ്. അത് ഇതിൻ്റെ അകത്ത് വരില്ല. ഇതെന്ന് പറയുന്നത് സാധാരണ ഒരു കംപ്ലയിൻ്റാണ്. നമ്മളൊരാൾ അടിച്ചു എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു പരാതി എഴുതി പരാതി മജിസ്ട്രേറ്റിന് കൊടുക്കുന്നത്. പരാതി നമ്മൾ പോലീസ് സ്റ്റേഷനിൽ കൊടുക്കുന്ന പരാതിയെ നമ്മൾ കംപ്ലയിൻ്റ് എന്ന് പറയത്തില്ല. പോലീസ് സ്റ്റേഷനിൽ കൊടുക്കുന്നതിനെ പെറ്റീഷൻ എന്നാണ് പറയുന്നത്. അവിടെ കംപ്ലയിൻ്റ് എന്ന് പറയുന്നത് മജിസ്ട്രേറ്റിന് മാത്രമേ കൊടുക്കാൻ പറ്റുള്ളൂ. കംപ്ലയിൻ്റ് ആർക്കാണ് കൊടുക്കുന്നതെന്നൊരു ക്വസ്റ്റ്യൻ വന്നാൽ മജിസ്ട്രേറ്റിന് മാത്രമേ കൊടുക്കാൻ പറ്റത്തുള്ളൂ. അത് ആദ്യം ആലോചിക്കാം. അപ്പോൾ ഇതിൻ്റെ ആൻസർ either writing or oral. Question 33. Complaint as provided under section 2D of CRPC. A. Can be to a police officer. B. Can be to a magistrate. C. Both A and B. D. Must necessarily to be a magistrate only. Answer 33. Must necessarily to be a magistrate only. നമ്മളിപ്പോൾ ഓൾറെഡി മുമ്പത്തെ ക്വസ്റ്റ്യനിൽ നോക്കിയതാണ്. കംപ്ലയിൻറ്റ് മജിസ്ട്രേറ്റിന് തന്നെ ആയിരിക്കണം കൊടുത്തിരിക്കേണ്ടത്. വേറെ പോലീസ് സ്റ്റേഷനിൽ കൊടുക്കുന്നതിന് കംപ്ലയിൻ്റ് എന്ന് പറയത്തില്ല. അപ്പോൾ നമ്മൾ ഇവിടെ ഈ ഒരു ക്വസ്റ്റ്യൻ കാണുമ്പം കംപ്ലയിൻ്റ് എന്ന് കാണുമ്പോൾ തന്നെ നമ്മൾ പോലീസ് ഓഫീസർ എന്ന് അടിക്കും. കാരണം നമ്മൾ പോലീസ് സ്റ്റേഷനിൽ കൊടുക്കുന്നത് കംപ്ലയിൻ്റ് ആണല്ലോ എന്നാണ്. അല്ല, പോലീസ് സ്റ്റേഷനിൽ കൊടുക്കുന്ന കംപ്ലയിൻ്റ് അല്ല, അവിടെ കൊടുക്കുന്ന പെറ്റീഷനാണ് കൊടുക്കുന്നത്. നമ്മൾ മജിസ്ട്രേറ്റിന് മുമ്പ് കൊടുക്കുന്നതാണ് കംപ്ലയിൻ്റ്. അത് 190-ക്കകത്താണ് പറയുന്നത് CRPCയുടെ. ഇത് ഈ പറയുന്ന ഭാഗം 2D ഓഫ് CRPC ആണ്. കംപ്ലയിൻ്റ് എന്താണ് എന്ന് പറയുന്ന ഭാഗം. Question 34. Section 54 of CRPC provides for A. Medical examination of the accused at the request of the police officer. B. Medical examination of the accused at the request of the accused. C. Both A and B. D. Neither A nor B. Answer 34. മെഡിക്കൽ എക്സാമിനേഷൻ ഓഫ് ദ അക്യൂസ്ഡ് അറ്റ് ദ റിക്വസ്റ്റ് ഓഫ് ദ അക്യൂസ്ഡ്. ഇപ്പോൾ ഒരാളെ അറസ്റ്റ് ചെയ്തു എന്ന് വെച്ചോ. അയാൾ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അയാൾക്ക് കുറേ റൈറ്റ് ഉണ്ട്. അയാൾ മദ്യപിച്ചു എന്നാണ് കേസ്. അയാൾ മദ്യപിച്ചിട്ടില്ല എന്ന് അദ്ദേഹത്തിന് ഉറപ്പാണ്. അപ്പോൾ അയാൾക്ക് ആവശ്യപ്പെടാം, എന്നെ കൊണ്ടുപോയി മെഡിക്കൽ ഓഫീസറിൻ്റെ അടുത്ത് കൊണ്ടുപോയി എൻ്റെ ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് എൻ്റെ മെഡിക്കൽ എക്സാമിനേഷൻ നടത്തിയിരിക്കണം എന്ന് പോലീസ് ഓഫീസറോട് ഒരു പ്രതിക്ക് ആവശ്യപ്പെടാം. സാധാരണ രീതിയിൽ ഈ സെക്ഷൻ 53 പ്രകാരം മെഡിക്കൽ എക്സാമിനേഷൻ പോലീസിൻ്റെ റിക്വസ്റ്റോടു കൂടിയാണ് നടത്തുന്നത്. പക്ഷേ ഇവിടെ പ്രതിയുടെ റിക്വസ്റ്റോടു കൂടി നടത്തുന്ന മെഡിക്കൽ എക്സാമിനേഷനാണ് ഇത്. കാരണം അദ്ദേഹത്തിൻ്റെ ഇന്നസെൻറ്റ് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു സെക്ഷൻ വച്ചിരിക്കുന്നത്. Question 35. It is mandatory to produce the person arrested before the magistrate within 24 hours of his arrest under A. Section 56 CRPC, B. Section 57 of CRPC, C. Section 58 of CRPC, D. Section 59 of CRPC. ആൻസർ 35. സെക്ഷൻ 57 ഓഫ് CRPC. 57 പറഞ്ഞിരിക്കുന്ന പേഴ്സൺ അറസ്റ്റഡ് നോട്ട് ടു ബി ഡീറ്റെയിൻഡ് മോർ ദാൻ 24 hours. നമ്മൾ ഓൾറെഡി നോക്കിയ ഒരു കാര്യമാണ്. ഒരു പ്രതിയെ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ 24 മണിക്കൂർ വരെ പോലീസിൻ്റെ കൈവശം വയ്ക്കാൻ പറ്റത്തുള്ളൂ. അത് കഴിഞ്ഞാൽ നിയറസ്റ്റ് മജിസ്ട്രേറ്റിൻ്റെ അടുത്ത്, ജൂറിസ്ഡിക്ഷണൽ മജിസ്ട്രേറ്റിൻ്റെ അടുത്ത് ഹാജരാക്കിയിരിക്കണം. അതാണ് ഇതിൻ്റെ അകത്ത് പറഞ്ഞിരിക്കുന്നത്.
Question 36. Arrest means A. Every compulsion or physical restraint. B. Total restraint and complete deprivation of liberty. C. A and B. D. Neither A nor B. Answer 36. Total restraint and complete deprivation of liberty. അത് അറസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരാളുടെ സ്വാതന്ത്ര്യത്തെ, അയാളുടെ ഫണ്ടമെൻ്റൽ റൈറ്റ്സിനെ എല്ലാം തടഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന് ഒരു പോലീസ് അറസ്റ്റ് ചെയ്യുന്നതാണ്. അത് ടോട്ടൽ റെസ്ട്രെയിൻ്റ് ആണ്. പിന്നെ അദ്ദേഹത്തിന് അവിടെ നിന്ന് പുറത്തോട്ട് പോകാനായിട്ട് സാധിക്കത്തില്ല. പിന്നെ ജാമ്യം കോടതിയിൽ നിന്ന് അല്ലെങ്കിൽ പോലീസ് ഓഫീസറിന് ജാമ്യം കൊടുത്താൽ മാത്രമേ അദ്ദേഹത്തിന് പുറത്തോട്ട് പോകാൻ പറ്റത്തുള്ളൂ. അപ്പം അദ്ദേഹത്തിൻ്റെ ലിബർട്ടിയെ കട്ടയിൽ ചെയ്യുന്ന ഒരു കാര്യമാണ് അറസ്റ്റ് എന്ന് പറയുന്നത്. Question 37. If investigation cannot be completed in 24 hours, a magistrate can extend the detention of an accused for a period not exceeding A. 60 days, B. 30 days, C. 15 days, D. 7 days. Answer 37. 15 days. ഇത് പറഞ്ഞിരിക്കുന്നത് 167(2)നകത്താണ്. ദ മജിസ്ട്രേറ്റ് ടു ഹൂം ആൻ അക്യൂസ്ഡ് പേഴ്സൺ ഈസ് ഫോർവേഡഡ് അണ്ടർ ദിസ് സെക്ഷൻ മേ വെദർ ഹി ഹാസ് ഓർ ഹാസ് നോട്ട് ജൂറിസ്ഡിക്ഷൻ ടു ട്രൈ ദ കേസ് ഫ്രം ടൈം ടു ടൈം ആത്തറൈസ് ദ ഡിറ്റൻഷൻ ഓഫ് ദ അക്യൂസ്ഡ് ഇൻ സച്ച് എ കസ്റ്റഡി ആസ് സച്ച് മജിസ്ട്രേറ്റ് തിങ്സ് ഫിറ്റ് ഫോർ എ ടൈം നോട്ട് എക്സീഡിംഗ് 15 days ഇൻ ദ ഓൾ ആൻഡ് ഇഫ് ഹി ഹാസ് നോ ജൂറിസ്ഡിക്ഷൻ ടു ട്രൈ ദ കേസ് ഓർ കമ്മിറ്റ് ഇറ്റ് ഫോർ ട്രയൽ ആൻഡ് കൺസിഡേഴ്സ് ഫർദർ ഡിറ്റൻഷൻ unnecessary he may order the accused to be forwarded to a magistrate having such jurisdiction. ഇതിനകത്ത് പറഞ്ഞിട്ടുള്ളത് നോട്ട് എക്സീഡിങ് 15 days എന്നാണ്. ഇപ്പോൾ 15 days എന്ന് പറഞ്ഞാൽ നോട്ട് എക്സീഡിങ് 15 days, 15 ദിവസത്തിൽ കൂടാൻ പാടില്ല. അതുകൊണ്ട് സാധാരണ ചെയ്യുന്ന 14 ദിവസത്തേക്കാണ് റിമാൻഡ് ചെയ്യണം. അതായത് ഒരു പ്രതിയെ അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കി അദ്ദേഹത്തിനെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു നമ്മൾ കേട്ടിട്ടുണ്ട്. അത് കാരണം 15 ദിവസത്തിൽ കൂടാൻ പാടില്ലാത്തതുകൊണ്ടാണ് 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്യണം. അത് എന്തിനാന്ന് വെച്ചാൽ അദ്ദേഹത്തിന് വീണ്ടും 14 ദിവസം ആകുമ്പോൾ അദ്ദേഹത്തിനെ കോടതിയിൽ കൊണ്ടുവരും. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സ്വാതന്ത്ര്യം, അദ്ദേഹത്തിൻ്റെ ജയിലിലുള്ള കാര്യങ്ങളൊക്കെ കുറിച്ചൊക്കെ മജിസ്ട്രേറ്റിന് ചോദിച്ച് മനസ്സിലാക്കാനുള്ള ഒരു അവസരത്തിന് വേണ്ടിയിട്ടാണ് ഈ 15 ദിവസത്തിൽ കൂടാൻ പാടില്ല എന്ന് പറഞ്ഞത്. അല്ലെങ്കിൽ ജയിലിൽ കൊണ്ടങ്ങ് ഇട്ടിട്ട് പിന്നെ ആരും തിരിഞ്ഞു പോകുക, ഇല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലുമൊക്കെ അവരുടെ ഫണ്ടമെൻ്റൽ റൈറ്റ്സിനെയൊക്കെ വയലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, സ്വാതന്ത്ര്യത്തിനെ വയലേറ്റ് ചെയ്യുക, അവരെ ഉപദ്രവിക്കുക, അങ്ങനെയൊക്കെ ചെയ്താൽ അതിനെക്കുറിച്ചൊക്കെ അറിയണ്ടേ. അതിന് വേണ്ടിയിട്ടാണ് അവർക്ക് ഇത്രയും ദിവസം 15 ദിവസം വെച്ചിട്ട് ചെയ്യുന്നത്. അതുകൊണ്ടാണ് എപ്പോഴും ഈ പ്രതികളെ നമ്മൾ കോടതിയിൽ വണ്ടികളിൽ കൊണ്ടുപോകുന്നതായിട്ട് കാണുന്നത്. ഇപ്പോൾ എല്ലാം ഓൺലൈനിലാണ് ചെയ്യുന്നത്. Question 38. Which section of CRPC defines recording of confession and statements? A. Section 159, B. Section 165, C. Section 164, D. Section 167. Answer 38. Section 164. Recording of confession and statement. Any metropolitan magistrate or judicial magistrate may, whether or not he has jurisdiction in the case, record any confession or statement made to him in the course of an investigation under this chapter or under any other law for the time being in force or any other time afterwards before the commencement of the inquiry or trial. അപ്പോൾ ഇതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ഇത് ഒരു മജിസ്ട്രേറ്റാണ് കൺഫെഷൻ റെക്കോർഡ് ചെയ്യുന്നത്. അപ്പോൾ മജിസ്ട്രേറ്റിൻ്റെ അടുത്ത് കൊണ്ടുപോയി കൺഫെഷൻ പല സമയത്ത് റെക്കോർഡ് ചെയ്യുന്നുണ്ട്. പ്രതിയുടെ കൺഫെഷൻ റെക്കോർഡ് ചെയ്യുന്നത് അദ്ദേഹം വോളണ്ടറിലി ആയിട്ട് കൊടുത്തിരിക്കണം. അതിനൊക്കെ കുറേ റൂൾസ് ഉണ്ട്. പിന്നെ സാക്ഷികളുടെ കൺഫെഷനുണ്ട്. ഇപ്പോൾ ഒരു റേപ്പ് വിക്റ്റിം ആണെങ്കിൽ അവരുടെ കൺഫെഷൻ എടുക്കാറുണ്ട്. കുട്ടികളാണെന്നുണ്ടെങ്കിൽ കുട്ടികളെയാണ് ഇത് ചെയ്യുന്നതെങ്കിൽ പോക്സോ കേസിലുള്ള ഇതിൽ പ്രതിയാകുമ്പോൾ സാക്ഷിയാകുമ്പോൾ അവരെ കൺഫെഷൻ കുട്ടികളെ കൊണ്ടുപോയി എടുക്കാറുണ്ട്. അതൊക്കെ ഒരു ഓതൻറ്റിസിറ്റിക്ക് വേണ്ടിയിട്ട് എടുക്കാറുണ്ട്. പിന്നെ പലരും സാക്ഷികൾ മൊഴി മാറ്റാതിരിക്കാൻ വേണ്ടിയിട്ട് അവർക്കും അങ്ങനെ മൊഴി മാറ്റി കഴിഞ്ഞാൽ പിന്നെ അത് ഒഫൻസ് ആവും. 161 സ്റ്റേറ്റ്മെൻറ്റ് പ്രകാരം അത് ഒഫൻസ് ആവത്തില്ല. പക്ഷേ 164 സ്റ്റേറ്റ്മെൻറ്റ് മജിസ്ട്രേറ്റിന് മുമ്പ് കൊടുത്താൽ അത് ഒഫൻസ് ആവും. പിന്നെ അത് തെറ്റിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പോലീസ് അത് കുറേ ഓതൻറ്റിസിറ്റിക്ക് വേണ്ടിയിട്ട് 164 ഉപയോഗിക്കാറുണ്ട്. Question 38. Which section of CRPC defines procedure of arrest and duties of officer making arrest? A. Section 41, B. Section 41B, C. Section 41C, D. Section 42. Answer 38. Section 41B. 41B പറയുന്നത് പ്രൊസീജിയർ ഓഫ് അറസ്റ്റ് ആൻഡ് ഡ്യൂട്ടീസ് ഓഫ് ഓഫീസർ മേക്കിംഗ് അറസ്റ്റ്. എവരി പോലീസ് ഓഫീസർ വൈൽ മേക്കിംഗ് ആൻ അറസ്റ്റ് ഷാൾ ബിയർ ആൻ ആക്യുറേറ്റ് വിസിബിൾ ആൻഡ് ക്ലിയർ ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് ഹിസ് നെയിം വിച്ച് വിൽ ഫെസിലിറ്റേറ്റ് ഈസി ഐഡൻറ്റിഫിക്കേഷൻ. അറസ്റ്റ് ചെയ്യാൻ പോകുന്ന ആൾ അദ്ദേഹത്തിൻ്റെ ഐഡൻറ്റിഫിക്കേഷൻ കാണിച്ചിരിക്കണം. അതായത് അദ്ദേഹത്തിൻ്റെ യൂണിഫോമിൽ ഐഡൻറ്റിഫിക്കേഷൻ, അദ്ദേഹത്തിൻ്റെ പേരും കാര്യങ്ങളും ഒക്കെ വിസിബിളായിട്ട്
കാണിച്ചിരിക്കണം. പ്രിപ്പയർ എ മെമ്മോറാണ്ടം ഓഫ് അറസ്റ്റ് വിച്ച് ഷാൾ ബി, ഒരു മെമ്മോറാണ്ടം ഓഫ് അറസ്റ്റ് പ്രിപ്പയർ ചെയ്യണം. അതിൽ എന്തൊക്കെ വേണമെന്ന് വെച്ചാൽ അറ്റസ്റ്റഡ് ബൈ അറ്റ്ലീസ്റ്റ് വൺ വിറ്റ്നസ്, ഒരു വിറ്റ്നസ് അറ്റസ്റ്റ് ചെയ്തിരിക്കണം. ഹു ഈസ് എ മെമ്പർ ഓഫ് ദ ഫാമിലി ഓഫ് ദ പേഴ്സൺ അറസ്റ്റഡ്, അതായത് അറസ്റ്റ് ചെയ്യുന്ന ആളിൻ്റെ ഫാമിലിയിലുള്ള ഒരാൾ അതിൽ അറ്റസ്റ്റ് ചെയ്തിരിക്കണം. ഓർ റെസ്പെക്റ്റബിൾ മെമ്പർ ഓഫ് എ ലൊക്കാലിറ്റി വെയർ ദ അറസ്റ്റ് ഈസ് മെയ്ഡ്, ഒന്നുകിൽ ഫാമിലി മെമ്പർ അല്ലെങ്കിൽ റെസ്പെക്റ്റബിൾ മെമ്പർ ഓഫ് എ ലൊക്കാലിറ്റി, അവർ അതിൽ അറ്റസ്റ്റ് ചെയ്തിരിക്കണം. അടുത്തത് കൗണ്ടർ സൈൻഡ് ബൈ ദ പേഴ്സൺ അറസ്റ്റഡ്, ആരാണോ അറസ്റ്റ് ചെയ്യപ്പെട്ടത് അവരതിൽ കൗണ്ടർ സൈൻ ചെയ്യണം. അത് കഴിഞ്ഞാൽ ഇൻഫോം ദ പേഴ്സൺ അറസ്റ്റഡ് അൺലെസ് ദ മെമ്മോറണ്ടം ഈസ് അറ്റസ്റ്റഡ് ബൈ ദ മെമ്പേഴ്സ് ഓഫ് ഹിസ് ഫാമിലി ദാറ്റ് ഹി ഹാസ് റൈറ്റ് ടു ഹാവ് എ റിലേറ്റീവ് ഓർ എ ഫ്രണ്ട് നെയ്മഡ് ബൈ ഹിം ടു ഇൻഫോംഡ് ഓഫ് ഹിസ് അറസ്റ്റ്. ഈ ഫാമിലി മെമ്പർ അല്ല അറ്റസ്റ്റ് ചെയ്തിരിക്കുന്നതെങ്കിൽ, ഫാമിലി മെമ്പറാണ് അറ്റസ്റ്റ് ചെയ്തിരിക്കുന്നതെങ്കിൽ അവർക്ക് അറിയാൻ പറ്റും ഇയാൾ അറസ്റ്റിലായി, ഇനിയിപ്പോൾ ഇയാൾ ജാമ്യത്തിൽ ഇറക്കണമെന്ന്. അങ്ങനെ അല്ല എങ്കിൽ അറിയാത്ത വേറെ ആരെങ്കിലും ആണ് ഇത് ചെയ്തിരിക്കണമെങ്കിൽ അവരെ അറിയിക്കണം. ആ ഫാമിലി മെമ്പേഴ്സിനെ അല്ലെങ്കിൽ റിലേറ്റീവ്സിനെ ഈ അറസ്റ്റിനെ കുറിച്ച് അറിയിക്കണം. കാരണം അവർക്കൊന്ന് ജാമ്യം എടുക്കാൻ വേണ്ടി ചിലപ്പോൾ അറിയത്തില്ല അറസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെന്നുള്ളത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ അറസ്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് റെക്കോർഡ് ചെയ്തിരിക്കണം. അതൊക്കെയാണ് പ്രൊസീജിയർ എന്ന് പറയുന്നത്. ഇത് 41B പറയുന്നത്. Question 39. According to Section 41A(1) of CRPC, the police officer shall issue a notice directing the alleged accused through he has committed a cognizable offence to appear before him or at such other place as specified in notice in all the cases where the arrest of a person is not required under the A. Provisions of subsection 1A of Section 41, provisions of subsection 1B of Section 41, C. Provisions of subsection 1C of Section 41, D. Provisions of subsection 1 of Section 41. Answer 39. Provisions of subsection 1A of Section 41. അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് എന്തെന്ന് വെച്ചാൽ നോട്ടീസ് ഓഫ് അപ്പിയറൻസ് ബിഫോർ പോലീസ് ഓഫീസർ. ദ പോലീസ് ഓഫീസർ ഷാൾ ഇൻ ഓൾ കേസസ് വെയർ the arrest of a person is not required under the provisions of subsection 1 of Section 41 issue a notice directing the person against whom a reasonable complaint has been made or credible information has been received or a reasonable suspicion exists that he has committed a cognizable offence to appear before him or at such other place as may be specified in the notice. ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നതെന്ന് വെച്ചാൽ ഈ അറസ്റ്റ് ആവശ്യമില്ലെങ്കിൽ അദ്ദേഹം ഒരു കോഗ്നിസബിൾ ഒഫൻസ് കമ്മിറ്റ് ചെയ്തു എന്ന് പോലീസ് ഓഫീസർക്ക് ബോധ്യപ്പെട്ടാൽ അദ്ദേഹത്തിൻ്റെ മുമ്പ് അപ്പിയർ ചെയ്യാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിന് ഒരു നോട്ടീസ് കൊടുക്കാം. അത് പ്രകാരമാണ് പോലീസ് സാധാരണ ഒരു പരാതി കിട്ടിക്കഴിഞ്ഞാൽ പോലീസ് സ്റ്റേഷനിൽ വന്ന് ഹാജരാവാനായിട്ട് പ്രതിയോട് പറയുന്നത് ഈ ഒരു കാര്യം കൊണ്ടാണ്. അതായത് നമ്മളിപ്പോൾ 41(1) പറഞ്ഞിരിക്കുന്നതെന്ന് വെച്ചാൽ അദ്ദേഹത്തിന് മുമ്പ് വെച്ചൊരു ഒഫൻസ് കമ്മിറ്റ് ചെയ്യുന്നു, അദ്ദേഹം പൊട്ടിച്ചുകൊണ്ട് ഓടുന്നു, മാല പൊട്ടിച്ചുകൊണ്ട് ഓടുന്നു, പ്രൈവറ്റ് പേഴ്സൺ അറസ്റ്റ് ചെയ്ത് ഏൽപ്പിക്കുന്നു, അപ്പോഴൊക്കെ അറസ്റ്റ് ചെയ്യുന്നു. ഇതങ്ങനെയല്ല, അദ്ദേഹത്തിനൊരു പരാതി കിട്ടി, ഇന്ന ആളാണ് ചെയ്തതെന്ന് പരാതി കിട്ടി, ഉടനെ തന്നെ അയാൾക്കൊരു നോട്ടീസ് കൊടുക്കുന്നു, അദ്ദേഹം വന്ന് അപ്പിയർ ചെയ്യുന്നു, അതിനുശേഷം അദ്ദേഹത്തിന് എന്ത് തീരുമാനം എടുക്കാം. Question 40. Within the meaning of provisions under Section 41C(1) of the Criminal Procedure Code, every state government shall establish a police control room in A. Every district only, B. State level only, C. Both district and at state level, D. State Secretariat only. Answer 40. Both district and at state level. 41C പറഞ്ഞിരിക്കുന്ന കൺട്രോൾ റൂം അറ്റ് ഡിസ്ട്രിക്റ്റ്. ദ സ്റ്റേറ്റ് ഗവൺമെൻറ് ഷാൾ എസ്റ്റാബ്ലിഷ് എ പോലീസ് കൺട്രോൾ റൂം ഇൻ എവരി ഡിസ്ട്രിക്റ്റ് ആൻഡ് അറ്റ് സ്റ്റേറ്റ് ലെവൽ എന്ന് കൃത്യമായിട്ട് എൻ്റെ അകത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതാണ് എൻ്റെ ആൻസർ, ഡിസ്ട്രിക്റ്റ് സ്റ്റേറ്റ് ലെവൽ രണ്ടുമുണ്ട്. Question 41. Classification of offences given in the Code of Criminal Procedure under A. Section 320, B. The first scheduled, C. The second scheduled, D. Section 482. ആൻസർ 41. ദ ഫസ്റ്റ് ഷെഡ്യൂൾഡ്. ഇതാണ് ഷെഡ്യൂൾഡ്, ഇങ്ങനെ ഇരിക്കും. ഇതിൻ്റെ അകത്ത് എല്ലാ കാര്യങ്ങളും ഒഫൻസിൻ്റെ ക്ലാസിഫിക്കേഷൻ, ബെയിലബിൾ ആണോ നോൺ ബെയിലബിൾ ആണോ, കോഗ്നിസിബിൾ ആണോ നോൺ കോഗ്നിസിബിൾ ആണോ, ഏത് കോടതിയിൽ ട്രയൽ ചെയ്യും, ഇതൊക്കെ ഇതിൻ്റെ അകത്ത് കാണിച്ചിട്ടുണ്ട്. ഇതാണ് സെക്ഷൻ ഉൾപ്പെടെ കാണിച്ചിട്ടുണ്ട്. Question 42. In respect of investigation as provided under Section 2H of CRPC, which of the following is incorrect? A. Investigation can be conducted by a police officer. B. Investigation can be conducted by any person so authorized by a magistrate. C. Investigation can be conducted by a magistrate himself. D. Both A and B.
ആൻസർ 42, ഇൻവെസ്റ്റിഗേഷൻ ക്യാൻ ബി കണ്ടക്റ്റഡ് ബൈ എ മജിസ്ട്രേറ്റ് ഹിംസെൽഫ്. നമ്മൾ 2H നമ്മൾ ഓൾറെഡി നമ്മൾ നോക്കിക്കഴിഞ്ഞു. അതിൽ മജിസ്ട്രേറ്റ് ഇല്ല, മജിസ്ട്രേറ്റിന് ഇൻവെസ്റ്റിഗേഷൻ കണ്ടക്ട് ചെയ്യാൻ പറ്റത്തില്ല. പകരം ഒരു പോലീസ് ഓഫീസർക്ക് കണ്ടക്ട് ചെയ്യാം, മജിസ്ട്രേറ്റിന് ഒരു പേഴ്സൺ ഓതറൈസ് ചെയ്യാൻ പറ്റും, അദ്ദേഹത്തിന് കണ്ടക്ട് ചെയ്യാം. പക്ഷേ മജിസ്ട്രേറ്റിന് കണ്ടക്ട് ചെയ്യാനായിട്ട് പറ്റത്തില്ല. അത് 2H പറഞ്ഞിട്ടുണ്ട്. Question 43. The word magistrate mentioned in section 156(3) of CRPC means A judicial magistrate, B a special executive magistrate, C an executive magistrate, D either A or B or C. Answer 43, a judicial magistrate. Any magistrate empowered under section 190 may order such an investigation as aforementioned. ഇത് ജുഡീഷ്യൽ മജിസ്ട്രേറ്റിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്, വേറെ ആർക്കും ഇത് പറ്റത്തില്ല. Question 44. Which section of the Criminal Procedure Code gives a private person the right to arrest a person who commits a cognizable offence? A section 44, B section 42, C section 43, D section 45. Answer 44, section 43. ഈ പ്രൈവറ്റ് പേഴ്സൺ, അതായത് നമുക്ക് ഇപ്പോൾ അറസ്റ്റ് ചെയ്യാന്ന് വെച്ചാൽ നമ്മളെ മുമ്പ് വെച്ചൊരു നോൺ ബെയിലബിൾ കോഗ്നിസിബിൾ ഒഫൻസ് കമ്മിറ്റ് ചെയ്താൽ നമുക്ക് അറസ്റ്റ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ഒരു പ്രൊക്ലൈംഡ് ഒഫൻഡറാണ്, പിടികിട്ടാപ്പുള്ളിയാണ്, അദ്ദേഹത്തിൻ്റെ ഫോട്ടോയൊക്കെ നമ്മളിന്നും പത്രത്തിൽ കാണുന്നത്, നമ്മളെ മുമ്പ് കൂടെ നടന്നു പോയി നമുക്ക് അവനെ പിടിക്കാം. പക്ഷേ നെസസറിലി വിത്തൗട്ട് ഡിലേ നമ്മൾ പോലീസ് ഓഫീസറെ ഏൽപ്പിച്ചിരിക്കണം അയാളെ അറസ്റ്റ് ചെയ്തിട്ട്. Question 45. Which section of the Criminal Procedure Code defines arrest to prevent commission of cognizable offense? A section 166, B section 153, C section 151, D section 148. Answer 45, section 151. 151 പറഞ്ഞിരിക്കുന്നത് അറസ്റ്റ് ടു പ്രിവെൻറ്റ് ദ കമ്മീഷൻ ഓഫ് കോഗ്നിസിബിൾ ഒഫൻസ്, അതായത് ഒരു കോഗ്നിസിബിൾ ഒഫൻസ് തടയുന്നതിലേക്ക് വേണ്ടിയിട്ട്, ചെയ്യുന്നതിൽ നിന്നും തടയുന്നതിലേക്ക് വേണ്ടിയിട്ട് അറസ്റ്റ് ചെയ്യാം. A police officer knowing to a design to commit any cognizable offence may arrest without order from the magistrate and without a warrant the person so designing if it is appears to such officer that the commission of the offence cannot be otherwise prevented. അതാണ് അതിൻ്റെ അകത്ത് പറഞ്ഞിരിക്കുന്നത്. അതായത് ഒരു കമ്മീഷൻ ഒഫൻസ് കമ്മിറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്, കത്തിയും കൊണ്ട് ഇങ്ങനെ നിൽക്കണം, ആരെങ്കിലും കുത്തുമെങ്കിൽ പോലീസ് ഓഫീസർക്ക് അറസ്റ്റ് ചെയ്യാം. അതാണ് പറയുന്നത് 151 അകത്താണ് പറയുന്നത്. Question 46. Which section of the Criminal Procedure Code defines police to enquire and report on suicide, etc.? A section 176, B section 161, C section 180, D section 174. Answer D section 174. Police to enquire and report on suicide. ഇതാണ് 174 പറഞ്ഞിരിക്കുന്നത്. Question 47. The term victim is defined under A section 2W, B section 2WA, C section 2U, D none of the above. Answer 47, section 2WA. Victim means a person who has suffered any loss or injury caused by reason of the act or omission for which the accused person has been charged, and the expression victim includes his or her guardian or legal heir. ഇതാണ് വിക്ടിം എന്ന് പറഞ്ഞാൽ. അദ്ദേഹം എന്ന് പറയുന്നത് ആരായിരിക്കും വിക്ടിം എന്ന് പറഞ്ഞാൽ? ഒരാളെ റേപ്പ് ചെയ്താൽ വിക്ടിം എന്ന് പറയുന്നത് റേപ്പ് ചെയ്യപ്പെട്ട ആളാണ്. ഒരാളെ മോഷണം പോയി കഴിഞ്ഞാൽ, വീട്ടിൽ നിന്ന് മോഷണം പോയി കഴിഞ്ഞാൽ അതിൻ്റെ ഉടമസ്ഥൻ ആരാണോ അയാളാണ് വിക്ടിം എന്ന് പറയുന്നത്. ആക്റ്റും വരും, ഒമിഷനും വരും. ഒമിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാര്യം ചെയ്യാൻ വന്നിട്ട് അത് നടക്കാതെ പോയാലും അയാളും വിക്ടിമാണ്, അതിൻ്റെ ഓണറും. വിക്ടിമിൻ്റെ അകത്ത് ആരൊക്കെ വരുമെന്ന് വെച്ചാൽ ലീഗൽ ഹെയർ വരും, ഗാർഡിയൻ വരും. Question 48. The term complaint is defined under A section 2F of CRPC, B section 2B of CRPC, C section 2C of CRPC, D section 2D of CRPC. Answer 48. നമ്മൾ ഓൾറെഡി നോക്കി, സെക്ഷൻ 2D of CRPC. Question 49. The term summons case is defined under dash. A section 2E of CRPC, B section 2X of CRPC, C section 2W of CRPC, D section 2D of CRPC. Answer 49, section 2W of CRPC. Summons case 2W means a case relating to an offence and not being a warrant case. Warrant case അല്ലാത്തതെല്ലാം സമൻസ് കേസാണ്. അപ്പോൾ വാറണ്ട് കേസ് എന്തിനാണ്? നമ്മൾ ഓൾറെഡി നോക്കിയതാണ്. 2Xനകത്താണ് പറഞ്ഞിട്ടുള്ളത് വാറണ്ട് കേസ് എന്താണെന്ന്. അതിൻ്റെ അകത്ത് പറഞ്ഞിരിക്കുന്നത് ഒഫൻസ് പണിഷബിൾ വിത്ത് ഡെത്ത്, ഇംപ്രിസൺമെൻറ്റ്
ഫോർ ലൈഫ് ഓർ ഇംപ്രിസൺമെൻറ്റ് ഫോർ എ ടൈം എക്സീഡിങ് 2 years. അപ്പോൾ 2 വർഷത്തിൽ കൂടുതലുള്ളതും അല്ലെങ്കിൽ ഡെത്ത് കിട്ടുന്നതോ അല്ലെങ്കിൽ ലൈഫ് കിട്ടുന്നതായിട്ടുള്ള ഒഫൻസുകളാണ് വാറണ്ട് കേസ്. അപ്പോൾ അല്ലാത്ത എല്ലാ സമൻസ് ആണെങ്കിൽ 2 വർഷത്തിന് താഴെയുള്ള എല്ലാ സമൻസ് കേസാണെന്ന് അർത്ഥം. Question 50. The term non-cognizable offence is defined under dash. A. 2L of CRPC, B. Section 2A of CRPC, C. Section 2E of CRPC, D. Section 2D of CRPC. Answer 50. Section 2L of CRPC. 2L പറഞ്ഞ നോൺ കോഗ്നിസിബിൾ ഒഫൻസ് മീൻസ് ആൻ ഒഫൻസ് ഫോർ വിച്ച് ആൻഡ് നോൺ കോഗ്നിസിബിൾ കേസ് മീൻസ് എ കേസ് ഇൻ വിച്ച് പോലീസ് ഓഫീസർ ഹാസ് നോ അതോറിറ്റി ടു അറസ്റ്റ് വിത്തൗട്ട് വാറണ്ട്. പോലീസ് ഓഫീസർക്ക് വാറണ്ട് ഇല്ലാതെ അറസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ കോഗ്നിസിബിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? അതിൻ്റെ ഓപ്പോസിറ്റാണ്. 2C എന്ന് പറഞ്ഞാൽ വാറണ്ട് ഇല്ലാതെ അറസ്റ്റ് ചെയ്യാൻ പറ്റും പോലീസ് ഓഫീസർക്ക് കോഗ്നിസിബിൾ ആണെങ്കിൽ. നോൺ കോഗ്നിസിബിൾ ആണെങ്കിൽ വാറണ്ട് ഇല്ലാതെ, അതായത് കോടതിയുടെ ഓർഡർ ഇല്ലാതെ അറസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അത്രയേ ഉള്ളൂ, വളരെ സിമ്പിളായിട്ടുള്ള കാര്യം. ഇപ്പം നമ്മൾ 50 ക്വസ്റ്റ്യൻ നോക്കിക്കഴിഞ്ഞു. ഇനി ഉള്ള ക്വസ്റ്റ്യൻസ് ഇതിൻ്റെ പാർട്ട് 2 ആയിട്ട് ഇടാം. അതുപോലെ തന്നെ മറ്റ് സബ്ജക്റ്റുകൾ ഇടാറുണ്ട്, I.P.C ഒക്കെ ഇടാറുണ്ട്. ഇത് ഏകദേശം ഇപ്പം നിങ്ങളെ സിലബസ് മൊത്തം കവറായി. ഇതിൻ്റെ ലെക്ചർ വേണമെങ്കിൽ ഞാൻ മൊത്തമായിട്ട് ഇട്ട് തരാം. അപ്പോൾ ഇത് കേട്ട് കഴിയുമ്പോൾ തന്നെ ഇതിൻ്റെ ഏകദേശം രൂപമൊക്കെ അങ്ങ് മനസ്സിലാവും. പിന്നെ PSC ടെസ്റ്റ് എന്ന് പറയുന്നത് പലപ്പോഴും പല രീതിയിലാണ് ചോദിക്കുന്നത്. വളരെ ഈ ഒരു ലെവലിൽ വരാനുള്ള സാധ്യത കുറവാണ്. പക്ഷേ ഇത് ഇത്രയും കേട്ട് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു ഐഡിയ മനസ്സിലാവും, ഇതിൻ്റെ കാര്യങ്ങൾ മനസ്സിലാവും. അറസ്റ്റിൻ്റെ സമയങ്ങൾ, എത്ര സമയം കസ്റ്റഡിയിൽ വയ്ക്കാം, ഇതൊക്കെ മനസ്സിലാവും. അപ്പോൾ ഇത് കഴിയുമ്പോൾ പരീക്ഷയ്ക്ക് ചെല്ലുമ്പോൾ ഇത് ഏകദേശം നല്ല രീതിയിൽ തന്നെ എഴുതാൻ പറ്റും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഇനി ഞാൻ I.P.Cയുടെ ഇടാം, പിന്നെ ഇതിൻ്റെ തന്നെ ഒരു ലെക്ചറും കൂടെ ഇടാം. അപ്പം മനസ്സിലാവും. PSCക്ക് ഒരിക്കലും ഒരു ഹൈ എക്സ്പെക്റ്റേഷനിൽ ക്വസ്റ്റ്യൻസ് വരത്തില്ല എന്നുള്ളതാണ് സത്യം. അതുകൊണ്ട് ആ ഒരു രീതി ഇത് പഠിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് ആ രീതിയിലോട്ട് കൺവേർട്ട് ചെയ്ത് വേണം പരീക്ഷയ്ക്ക് എഴുതാനുള്ളത്. അപ്പോൾ ഇനി പുതിയ വീഡിയോ ആയിട്ട് കാണാം. ബൈ.